So my first question would be like ഈ ഫാമിലി കൗൺസിലിംഗ് എന്നുള്ളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ള എൻ്റെ കാരണം എന്താണ്? ഒന്ന്, കൗൺസിലിംഗ് എൻ്റെ ഒരു പാഷനായിരുന്നു. ആളുകളെ വ്യക്തിപരമായി സഹായിക്കണം, അവരെ ഗൈഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു പാഷൻ പണ്ടേ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഫീൽഡ് തുടർന്ന് പഠിച്ചു. പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം MSc ഫാമിലി തെറപ്പി, അത് കഴിഞ്ഞിട്ട് സൈക്കോളജിയുടെ ഡിഫറെൻറ്റ് കോഴ്സസ് ഒക്കെ പഠിച്ചു. അപ്പോൾ താല്പര്യം തോന്നി. മനുഷ്യ മനസ്സിനെ അറിഞ്ഞാൽ നമുക്കതിനെ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല കുടുംബജീവിതത്തിൽ, വ്യക്തിജീവിതത്തിലൊക്കെ ആളുകളെ നമുക്കിങ്ങനെ ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു താല്പര്യമാണ് ഇതിലേക്ക് നയിച്ചത്. അങ്ങനെയാണ് ഇത് ഇത്രയും നാൾ പഠിക്കാനും ഇപ്പോൾ ഒരു കൗൺസിലിംഗ് ഫീൽഡിൽ എൻഡപ്പ് ചെയ്യാനും. പിന്നെ ഇതൊരു ദീർഘദൂര യാത്രയാണല്ലോ. ഓരോ ജീവിതവും ഓരോ കടലാണ്. അതിങ്ങനെ മുന്നോട്ട് പോകും തോറും, അറിയും തോറും ഒരു വലിയ ഒരു സാഗരമാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചതും ഒന്നും എങ്ങുമല്ല, അതിങ്ങനെ കിടക്കുന്നു. എന്നാലും നമുക്കൊരാളെ കരുതി സ്നേഹിച്ചു, ഈ ചില തെറാപ്പി സെഷൻസ് എടുത്തു, സയൻറ്റിഫിക് മെത്തഡോളജി ഉപയോഗിച്ച് ആ ആളെ നമ്മളിങ്ങനെ അയാളുടെ ഒരു മെൻ്റൽ ബ്ലോക്കിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം വളരെ വലുതാണ്. ഒരു ആൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരു പക്ഷേ തകർന്ന അടുത്ത് വരുന്നത്, അവർക്ക് പല മെൻ്റൽ ബ്ലോക്സ് ഉണ്ടാവും. ഓരോന്നോരോന്നായിട്ട് അഴിച്ചഴിച്ച് അവരെ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആത്മസംതൃപ്തി വളരെ വലുതാണ്. മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. പിന്നെ ഒരു വലിയ ഈ പറഞ്ഞ പോലെ ആത്മസംതൃപ്തി, മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ പിന്നെ ഒരു ദൈവനിയോഗം കൂടെയാണല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിൽ ഒരു പുരോഹിതനാണ്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ സയൻറ്റിഫിക്കായിട്ട് പഠിച്ച് മനുഷ്യ മനസ്സിനെ ഒന്ന് മുന്നോട്ട് നയിക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് എന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫീൽഡ്. പിന്നെ ഈ കാലത്തൊരു പോക്ക് വരുമെന്നറിയാമല്ലോ. നമ്മളിപ്പോൾ ഇത്ര വർഷമായിട്ട് ബന്ധത്തിലുണ്ട്. നമ്മൾ പഠിച്ച കാലം നമ്മുടെ +2 കാലം പോലെയല്ല ഇന്നത്തെ +2 കാലം, അറിയാമല്ലോ. നമ്മുടെ കാലത്ത് നമുക്കുണ്ടായിരുന്ന ഡൈവേർഷൻ എന്തൊക്കെയാണ്? ഒരു പെൺകുട്ടിയോട് വേണ്ടിയെന്നോ, ഒരു ലവ് ലെറ്റർ കൊടുത്തെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും കടയ്ക്ക് ചുറ്റുപാടുമുള്ള എന്തെങ്കിലും ചെറിയ സബ്സ്റ്റൻസ് അബ്യൂസൊക്കെ ചെയ്ത് കൂട്ടുകാരൊക്കെ ഓർമ്മയുണ്ട്. ടീച്ചർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ സമരം നടത്തി. ഇത്രയ്ക്ക് ഉള്ളായിരുന്നു ആ കാലത്തിന്റെ ഒരു വെല്ലുവിളികൾ എന്ന് പറയാൻ. ഇന്ന് അതൊന്നും വെല്ലുവിളികളെ അല്ല. ഇന്ന് MDMA മുതലുള്ള മറ്റു പല കാര്യങ്ങളും, മറ്റ് പല വലിയ വലിയ സബ്സ്റ്റൻസ് അബ്യൂസുകളും, റിലേഷൻഷിപ്പ് പോലും മാറിക്കഴിഞ്ഞു. റിലേഷൻഷിപ്പ്, പാരന്റിങ് കാലം വല്ലാതെ മാറി. അപ്പൊ ഈ കാലത്തിന്റെ കുത്തൊഴുക്കിന് എന്തെങ്കിലും തടയിടണം, എന്നെ കൊണ്ടാവുന്ന തടയിടണം. ഒരു 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 എന്നെ കൊണ്ടാവുന്ന, സൂര്യനാകാൻ പറ്റിയില്ലെങ്കിലും മിന്നാമിനാകാൻ ശ്രമിക്കാം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഒരു തടയിടണം. ഒരുപക്ഷെ ഞാൻ ഇരിക്കുന്ന എൻ്റെ പള്ളിയിലെങ്കിലും സാധിക്കും. പിന്നെ പല ആളുകളെ കരുതാൻ പറ്റും എന്നുള്ള ഒരു താല്പര്യം കൊണ്ട് തന്നെയാണ്. അതായിരുന്നു മെയിൻ ഇൻസ്പിറേഷൻ. അതാണ് പഠിക്കാനുള്ള കാരണം. ഓക്കെ. സോ എൻ്റെ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നാള് അച്ഛൻ നടത്തിയ കൗൺസിലിങ്ങിനകത്ത് ഏറ്റവും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ടോപ്പിക് ഏതാണ്? അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ മനസ്സ് തുറന്ന് പറഞ്ഞാൽ എവറി കൗൺസിലിംഗ് കേസ് ഈസ് വെരി യുണീക്ക്. ഇപ്പം ഒരാളുടെ ഒരു പ്രോബ്ലം ശരിക്കും പറഞ്ഞാൽ അത് വളരെ യുണീക്കാണ്. ഒരുപക്ഷെ അയാൾക്ക് മാത്രമേ അത് കാണൂ. വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ക്ലീഷേ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ കൗൺസിലിംഗ് കേസസോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഓരോ കേസും ഡിഫറെൻ്റ് ആണ്, അവരുടെ ഒരു ഇഷ്യൂസ് ഡിഫറെൻ്റ് ആണ്. എന്നാൽ വളരെ വ്യത്യസ്തത തോന്നിയ കേസുകൾ എനിക്ക് പലതും വന്നിട്ടുണ്ട്. അത് ഫാമിലി വെച്ച് നോക്കും. ഭർത്താവ് കൂടെ താമസിക്കുമ്പോൾ തന്നെ വേറൊരാളോട് താല്പര്യം തോന്നുക, ആ ആളുടെ അടുത്ത് പോയി താമസിക്കുക, എന്നാൽ ഭർത്താവിൻ്റെ ബന്ധം തുടരുക. എന്നാൽ അത് ഭർത്താവ് അറിഞ്ഞു കഴിയുമ്പോൾ പ്രയാസപ്പെടുക, വഴക്കുണ്ടാവുന്നു. എന്നാൽ തിരിച്ചു വരാനുള്ള കൗൺസിലിങ്ങും പ്രോസസ്സും ചെയ്ത ശേഷം ഈ ആൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. അതുപോലെ അഫെക്ഷനും ഒക്കെ ഉണ്ടായി കഴിയുന്നു. പിന്നെ ഇയാളെ ഞാൻ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചൊരു എഫേർട്ട് വളരെ വലുതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു കേസ് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ, അവർക്ക് അവരുടേതായിട്ടുള്ള സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട്. ബിക്കോസ് ഈ മനസ്സാണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഒരു കുടുംബമാണെങ്കിലും വ്യക്തിയാണെങ്കിലും എവറിത്തിങ് ഇസ് മൈൻഡ്. അപ്പം ആ ആളുടെ ഒരു കംഫർട്ടബിൾ ലോകത്ത് നിൽക്കാൻ പറ്റാത്തപ്പോൾ ഒക്കെ പ്രശ്നങ്ങൾ അകപ്പെടാറുണ്ട്. അപ്പോൾ ഒന്ന് ഇങ്ങനെയുള്ള ഒരു കേസാണ്. ഇപ്പം ഇങ്ങനെ, അതായത് ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ വേറൊരു ബന്ധം, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർക്കതിനെ അങ്ങനെ വിളിക്കാൻ താല്പര്യമില്ല. എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടത് നൽകുന്നില്ല. അത് പലതാവാം.
പ്രത്യേകിച്ച് ഒരു ഭർത്താവ് പക്ഷേ ഹൈലി റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. എല്ലാം ചെയ്യുന്നു, ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, വീട് വാങ്ങിച്ചിട്ടുണ്ട്, അദ്ദേഹം മക്കളെ നോക്കുന്നുണ്ട്, വീട് ജോലി പോലും ചെയ്യുന്നുണ്ട്, ഹൈലി റെസ്പോൺസിബിൾ. പക്ഷേ 20 years or 30 years living with that person, she did not receive what she wanted to receive. അപ്പൊ അത് ആ വ്യക്തിയുടെ മനസ്സ് ആഗ്രഹിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. ഇപ്പൊ വരുൺ പൊറോട്ടയും ബീഫ് ഇഷ്ടമായിരിക്കും എന്നും പറഞ്ഞിട്ട് വരുണിന്റെ കൂടെ താമസിക്കാൻ ഞാൻ ആയുഷ്കാലം എനിക്കൊട്ടും താല്പര്യമില്ലാത്ത പൊറോട്ടയും ബീഫും തിന്നാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ശ്രമിക്കായിരിക്കും വരുണിനോട് താല്പര്യം ഉള്ളതുകൊണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് എന്റെ മെന്റൽ സ്റ്റേറ്റസിനെ അഫക്ട് ചെയ്യും. ഐ ബി ഫ്രസ്ട്രേറ്റഡ്. അപ്പോൾ എനിക്ക് ദോശ ഇഡ്ഡലിയും കഴിക്കണം, എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബീഫിനോടോ അല്ലെങ്കിൽ ചിക്കനോടോ അറപ്പാണ്, അല്ല ഞാൻ അങ്ങനെ ഒരാളല്ല, ഞാനൊരു വെജിറ്റേറിയനാണ്. സഹിക്കുന്നതിന്റെ പരിധിയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇത് ബോഡിക്കും മൈൻഡിനും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നത് നമ്മൾ പുറത്തു വരണം. ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മൈൻഡ് ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് റിസ്ക് എടുത്തും പുറത്തു വരും. അങ്ങനെയാണ് ഡിവോഴ്സ് കലാശിക്കുന്നത്. പക്ഷെ റീസൺ നമ്മൾ തിരഞ്ഞെടുത്ത് ചെല്ലുമ്പോൾ, ഇപ്പൊ ഞാനീ പറഞ്ഞത് പൊറോട്ട ഇഷ്ടമല്ല. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത്, ഒന്ന്, പൊറോട്ട ഇഷ്ടമല്ല നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ന് പഠിപ്പിക്കും. ഉൾക്കൊള്ളാൻ പ്രയാസം ഭർത്താവിന് ആദ്യം. അദ്ദേഹം ന്യായീകരണം പറയും, പൊറോട്ടയ്ക്ക് നല്ലതല്ലേ, ബീഫ് നല്ലതല്ലേ, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ലേ. അദ്ദേഹത്തിന്റെ മനസ്സിൽ എഴുതി ചേർക്കും, യുവർ വൈഫ് കനോട്ട് ഈറ്റ് ദിസ്. അപ്പൊ അക്സെപ്റ്റ് ചെയ്യാണ് അദ്ദേഹം. ഹി റിസീവിങ് ഇറ്റ്. ഓ, ഷീസ് ലേണിംഗ് ഇറ്റ്, ഹീസ് ലേണിംഗ് ഇറ്റ്. അവൻ പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് മനസ്സിലാവും. രണ്ട്, ഈ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും, ഈ ഭർത്താവ് എന്ന പുരുഷന് താൻ ആഗ്രഹിക്കുന്ന അത്രയും തരാൻ പറ്റത്തില്ലായിരിക്കും. രണ്ടുപേരും എഡ്യൂക്കേറ്റ് ചെയ്യും. ഒരാൾക്ക് വേണ്ടാത്തത് നൽകാതിരിക്കാനും ഒരാൾക്ക് വേണ്ടത് കൊടുക്കാനും. ഇതൊരു ഒരു സംസാരത്തിൽ കൂടെ മാറുന്ന കാര്യമല്ല. ഇതിനാണ് തെറാപ്പി സെഷൻസ് വേണ്ടത്. എക്സസൈസസ് ഉണ്ടാവും, പല തെറാപ്പീസ് ചെയ്യേണ്ടി വരും, റോൾ പ്ലേസ് ചെയ്യേണ്ടി വരും, പല സെഷൻസ് ചെയ്യേണ്ടി വരും, ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഇത് കൂടെ. ഇതൊരു കേസാണ്. പിന്നെ മറ്റു പല കേസസ് നമുക്ക് പറയാനായിട്ടുണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു കേസാണ്. ഒരു വലിയ കേസ് ചെറുതായി പറയാം. എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യന്റ്, ഒരു ക്ലയന്റ്, അദ്ദേഹം ഇങ്ങനെ ശ്വാസം വിട്ടോണ്ടാ വരുന്നത്, ഇങ്ങനെ അതായത് വളരെ കാര്യമായിട്ട് സീരിയസ് ആയിട്ട്. ഇപ്പൊ ഞാൻ കാണിച്ച പോലല്ല, അതിന്റെ ഒരു ഇരട്ടി ശക്തിയിൽ ഇട്ടാണ് വന്നത്. അപ്പൊ നോക്കിയപ്പോൾ പേപ്പേഴ്സ് പലതും അദ്ദേഹം നോക്കിയപ്പോൾ ഞാൻ ഈ കേസ് എനിക്ക് എടുക്കാൻ പറ്റുകയല്ല, ബിക്കോസ് വി കനോട്ട് ഡു ദിസ്. അപ്പൊ പറഞ്ഞു, ഈ പയ്യൻ ഒരു അച്ഛൻ വേണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ ഒരാളല്ല, ഞാൻ ജസ്റ്റ് എ കൗൺസിലർ. അപ്പൊ ഈ പയ്യൻ പറഞ്ഞു, എനിക്ക് അച്ഛനോട് സംസാരിക്കണം. ഓക്കെ. അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ, ആ ഒരു കെയർ ഓഫിൽ, ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് മൈ കേസ്, ഇവന്റെ ഈ കേസ് ഡീൽ ചെയ്ത് വന്ന് അവൻ സംസാരിക്കുമ്പോൾ മുഴുവൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ സ്ലോലി തുടങ്ങി വന്നു, എന്താ പ്രശ്നം, എങ്ങനെയാണ് ചോദിച്ചു വന്നപ്പോൾ ഹി വാണ്ടഡ് ടു ഗോ ടു ഹിസ് ചൈൽഡ്ഹുഡ്. ഞാൻ ഐ സ്റ്റാർട്ടഡ് ഫ്രം ദർ ഇസ് സംതിങ് കോൾഡ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ, കുട്ടിക്കാലത്തുണ്ടായ മുറിവുകളും ഒക്കെ. ഉള്ളിലേക്ക് പോയപ്പോൾ അവനുണ്ടായിരുന്നത് റിലീജിയസ് ട്രോമയാണ്. എന്ന് വെച്ചാല് ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മതം, അല്ലെങ്കിൽ ബൈബിള്, അല്ലെ ഏത് ആയിക്കോട്ടെ, ഇന്ന തെറ്റാണ്. അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധം കുട്ടിക്കാലത്ത് അതിനെ മാനേജ് ചെയ്യാൻ പ്രയാസം. അത് ഒരു പാപഭാരമായി ഉള്ളിൽ കടന്ന് ഇതിങ്ങനെ ഒരു ഏകദേശം ഒരു 3-4 സെഷൻസിന് ശേഷം, ഒരുപക്ഷെ രണ്ടാമത്തെ സെഷൻ ആയപ്പോൾ ഈ പയ്യന്റെ ഇത് കുറഞ്ഞു, ഈ ശ്വാസം വിടുന്നത് കുറഞ്ഞു. അത് 3-4 സെഷൻ കഴിഞ്ഞപ്പോൾ ഈ ശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ മാറി. അടുപ്പിച്ച സെഷൻസ് ഒക്കെ എടുത്തു, മാറിയ ശേഷം ഇന്ന് അദ്ദേഹം ജോലി ചെയ്യുന്നു. ഇന്ന് അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായി, വളരെ സക്സസ്ഫുൾ ആയിട്ട്. ഇങ്ങനെ ഒരു കാര്യമേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് പ്രോബ്ലം മാറിക്കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സംസാരത്തിൽ കൂടെ മാത്രമല്ല, അതിന് ചില എക്സസൈസസ് ഒക്കെ ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്കത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബേസിക്കലി ഇൻ ഷോർട്ട്, there are something called mental block. ഇതിങ്ങനെ ഒരു പഴുപ്പ് ദേഹം, നമുക്കൊരു മുറിവുണ്ടായാൽ പഴുത്ത് നിൽക്കുമ്പോൾ ഡോക്ടർ ചെയ്യുന്നത് കുത്തിവിടുക, അല്ലെ, കുത്തിവിടുക, അല്ലെങ്കിൽ മുറിച്ചു വിടുകയോ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മളും ചെയ്യുന്നത്, കെട്ടിക്കിടക്കുന്ന തോട്ട്സിനെ ഒന്ന് റിലീസ് ചെയ്യുന്നു. അപ്പൊ തന്നെ പാതി ഹീലാവും. പിന്നെ ഫ്യൂ തെറാപ്യൂട്ടിക്കൽ ടെക്നിക്സ് കഴിയുമ്പോൾ ആളിങ്ങനെ 2 എക്സ്പീരിയൻസ് പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ഓർത്തുപോയതാണ്. സോ ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഹസ്ബൻഡും ഒരു വൈഫും ഒരു ഇഷ്യൂ ആയിട്ട് വരുമ്പോൾ അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ പറഞ്ഞ, ഇപ്പം നമ്മൾ ഗൈനക്കോളജിയിൽ ഇപ്പം നമ്മളൊരു
ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ ഒന്നിൽ ഹസ്ബൻഡ് വെളിയിരിക്കും, വൈഫിനോട് സംസാരിക്കുന്നു, അങ്ങനത്തെ പല സ്ഥലത്തും ഒരുമിച്ച് സംസാരിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ആണോ അതോ വാട്ട് ഈസ് ദ മെത്തഡോളജി ദാറ്റ് യൂസ്? അത് രണ്ടുപേരും ഒരുമിച്ച് ഇരുത്തിയുള്ള ഒരു, പലർക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ പറയാനായിട്ട് ഒരുമിച്ചിരിക്കുമ്പം? യെസ്, ഇതൊരു ചോദ്യമാണ്. വരുൺ ചോദിച്ചല്ലോ, ഹസ്ബൻഡും വൈഫും കൂടെ വന്നാൽ എന്ത് ചെയ്യും? ഹസ്ബൻഡും വൈഫും കൂടെ വന്നാൽ ഞങ്ങളുടെ പണി വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു 50 to 60% കേസിലും ഇവർ ഒന്നിച്ചു വരത്തില്ല. ഇവർ ഒരാളാ വരുന്നത് മിക്ക കേസിലും. എന്താ കാര്യം ചോദിച്ചാൽ അവർ എന്നാൽ രണ്ടുപേരും വന്നവരും ഉണ്ട്. കാര്യം രണ്ടുപേരും ഒന്നിച്ച് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അവർ തമ്മിൽ ഇതിന് ധാരണ ഉണ്ടാക്കി വി ഷുഡ് കൺസൾട്ട് എ തെറപ്പിസ്റ്റ്, വി ഷുഡ് കൺസൾട്ട് എ കൗൺസിലർ, എ ഫാമിലി കൗൺസിലർ, ലെറ്റ് us go. അപ്പോൾ ഒരു മ്യൂച്വൽ കൺസെന്റ് വരികയാണ്. അപ്പോൾ ഈ വ്യക്തികൾ തമ്മിൽ വില്ലിങ് ആവുകയാണ് ഈ ട്രീറ്റ്മെന്റ് പ്രോസസ്സിൽ കൂടെ കടന്നു പോകാനായിട്ട്. ബേസിക്കലി നമുക്കിവിടെ വേണ്ടത് വില്ലിങ്നെസ് ആണ്. ഐ ഹാവ് എ പ്രോബ്ലം, അങ്ങനെ ഒരു മെന്റാലിറ്റി വന്നെങ്കിൽ മാത്രമേ. ഇപ്പൊ ഡോക്ടറോട് മരുന്ന് പറയുന്ന പേഷ്യൻസിനെ കണ്ടുണ്ടോ? പക്ഷെ ഞങ്ങളുടെ കേസ് മാത്രം കുറച്ച് കുറവാണ്. കാര്യം കൺഫ്യൂസ്ഡ്. ഗൂഗിൾ നോക്കാൻ പറ്റത്തില്ലല്ലോ. ഗൂഗിൾ നോക്കിയാലും ഗൂഗിൾ സജസ്റ്റ് ഓൺലി ഫ്യൂ തിങ്സ്. അവരുടെ സ്പെഷ്യൽ കേസിന് ഗൂഗിൾ ഒന്നും പറയാൻ പറ്റത്തില്ല. അത് ഞങ്ങളെപ്പോലെ കേൾക്കുന്ന ഒരാൾക്കേ പറയാൻ പറ്റും. ഒന്നാമത്തെ പ്രോബ്ലം ഇവർ ഒന്നിച്ചു വരത്തില്ല. അപ്പം എൻ്റെ ഒരു അഡ്വൈസ് ആണ്, കേൾക്കുന്ന ആരെങ്കിലും ഈ ഫാമിലി കൗൺസിലർ ആരും ആയിക്കോട്ടെ, ഒന്നിച്ചു വേണം പോകാനായിട്ട്, ഒന്നിച്ചു വേണം നിങ്ങൾ അതിനെ ഡീൽ ചെയ്യാനായിട്ട്. അദ്ദേഹം ആരും ആയിക്കോട്ടെ, ആ ആളുടെ അടുത്ത് ഒന്നിച്ചു പോയെങ്കിൽ മാത്രമേ. അപ്പം ഒരു പക്ഷേ ഭർത്താവിന് ഭാര്യയോട് പറയാൻ പ്രയാസം കാണും, നമുക്കൊന്ന് പോയാലോ. അപ്പോൾ ചോദിക്കും, അത് അവരറിയത്തില്ലേ, ഇതെങ്ങനെയാ, എൻ്റെ രഹസ്യം മുഴുവൻ നീ അറിയത്തില്ലേ? അപ്പൊ അവർ തെറപ്പിസ്റ്റ് പലതും ചോദിക്കും. അപ്പൊ പലതും പറയേണ്ടി വരും, പറയാത്ത പലതും പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ പറ്റത്തില്ല. പക്ഷെ എന്നാൽ ഈ തെറപ്പിസ്റ്റ് അവർക്കെല്ലാം അറിയാം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അവർക്കറിയാം. അവർ ചോദിക്കേണ്ടതേ ചോദിക്കൂ. അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. സൂക്ഷിച്ചും കണ്ടും ആലോചിച്ചുമേ തെറപ്പിസ്റ്റ് മിക്കവരും ചോദിക്കത്തുള്ളൂ. കാര്യം ഭർത്താവിന്റെ രഹസ്യങ്ങൾ ഭാര്യ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ തെറപ്പിസ്റ്റിന് അറിയാം. അവരെ അത് അറിഞ്ഞ് ചോദിക്കുള്ളൂ. അത് കഴിവതും അതുകൊണ്ട് ഒന്നിച്ചു വേണം പോകാനായിട്ട്. ഇതൊരു ഇത് ഒന്ന്. രണ്ട്, ഇവര് ഒരാളെ വരുന്നു വെച്ചു, ഒരാളെ വരത്തുള്ളൂ മിക്ക കേസിലും. അപ്പൊ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ആദ്യം റാപ്പോ ബിൽഡിംഗ് ആണ് ചെയ്യുന്നത്. ഇവരോട് നമ്മളൊരു ബന്ധം സ്ഥാപിച്ചെടുക്കും, ഒരു ട്രസ്റ്റ്. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ടെൽ, ഇവർ ഈ അച്ഛനായതുകൊണ്ട് ഇവർ എപ്പോഴും ഒരു അച്ഛൻ എന്നുള്ള രീതിയിലൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ പറയും, കൺസിഡർ മീ ആസ് എ തെറപ്പിസ്റ്റ്. എനിക്ക് അങ്ങനെ കാണണം എന്നെ. നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു, ഫിസിയോതെറപ്പിസ്റ്റിന്റെ അടുത്ത് പോകുന്നു, അങ്ങനെ കണ്ടാൽ മതി തന്നെ. ഒരു അച്ഛൻ എന്നുള്ള ഒരു ടാഗ് മാറ്റുകയും. അപ്പൊ അങ്ങനെ അപ്പൊ ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു റിലീജിയസ്, ഒരു ഗോഡ്ലി, ഡിവൈൻ ഒക്കെ വരും. അത് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, ഐ എം ജസ്റ്റ് എന്റെ കൗൺസിലിംഗ് റൂമിൽ ഞാൻ ഒരിക്കലും കുപ്പായത്തിൽ കഴിവതും പോകാറില്ല. നോ, ദാറ്റ് ഇസ് മൈ പോളിസി. പക്ഷെ അങ്ങനെ ചെയ്താൽ അതിന്റെ വേറൊരു ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പിന്നെ പറയാം. എന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്ന ഇതാണ്. യു കൺസിഡർ മീ ജസ്റ്റ് ആസ് എ തെറപ്പിസ്റ്റ്. ഐ എം എൻ എക്സ് ഓർ വൈ. കഴിവതും എന്നെ അറിയാവുന്ന ആളാണെങ്കിൽ ഞാനത് റിവീൽ ചെയ്യത്തില്ലെന്ന് ഉറപ്പ് തന്നെ വരുത്തും. വാട്ട് എവർ യു ടെൽ മീ ഈസ് ജസ്റ്റ് എ ഡോക്യുമെന്റ്. ഇതിപ്പോ മിസ്റ്റർ വരുണിന്റെ ഒരു കേസ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ വരുണിനെ കാണത്തില്ല. ഐ വിൽ സീ ഓൺലി ദ ഡോക്യുമെന്റ്സ്. വരുൺ ഭാര്യമായിട്ട് പ്രോബ്ലം ഉണ്ട്, ഭർത്താവിന്റെ പ്രോബ്ലം ഉണ്ട്, മക്കളുടെ പ്രോബ്ലം ഉണ്ട്. ഐ വിൽ മാർക്ക് ഓൺലി ദ പ്രോബ്ലംസ്. നമ്മൾ ഈ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ റീഓർഗനൈസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഹീലിംഗ് ഉണ്ടാവൂ. അല്ലെങ്കിൽ ഈ മനുഷ്യൻ പേടിക്കും, ഈ അച്ഛൻ ആരോടെങ്കിലും പറയുമോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പള്ളിയിലുള്ള ആളുകൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന കുറവാണ്. വികാരി അച്ഛനല്ലേ, അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ, അദ്ദേഹം വേറെ ആരെങ്കിലും പറയുമോ, അദ്ദേഹം നാളെ എന്നെ കാണുമ്പോൾ ഈ കണ്ണോടെ കാണുമോ. ഇതൊരു വലിയ ടാബുവാണ്. നാളെ ഈ വ്യക്തി എന്നെ കണ്ടാൽ, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എന്റെ ക്ലയൻസ് പലരും ചെല്ലുമ്പോൾ എന്നെ കാണാൻ ഫേസ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. അത് ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും ടാക്കിലിട്ട് പറയാൻ ശ്രമിക്കാറുണ്ട്. നോ, this is done. When treatment is over, it's over. Where process is over, it's over. ആ ഒരു ഒന്ന് റാപ്പോ ബിൽഡിംഗ്. രണ്ട്, ഈ വൈഫാണ് ആദ്യം വരുന്നതെങ്കിൽ വൈഫിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യും ഭർത്താവ്. ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അത് ഞാൻ സമയമെടുത്ത് ഫോൺ നമ്പർ വാങ്ങിക്കും, വിളിക്കും, വാട്സാപ്പ് മെസ്സേജ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ലോങ് പ്രോസസ്. അതും ചിലപ്പോൾ റിജക്ട് ചെയ്യും, ചിലപ്പോൾ നമ്മളെ വഴക്ക് പറഞ്ഞിരിക്കും. ഗ്രാജുവലി പക്ഷെ എന്ത് പറഞ്ഞു പറഞ്ഞാലും ഭർത്താവ് വരാതെ പിന്നെ ഭാര്യയെ കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡയറക്റ്റ് വഴിയുണ്ട്. ഭർത്താവിന്റെ ഇൻഫർമേഷൻസ് ഭാര്യ വഴി ഞാൻ റിസീവ് ചെയ്യും. എന്നിട്ട് ഭാര്യയോട് പറയും, യു മോഡുലേറ്റ് യുവർ ബിഹേവിയേഴ്സ് അക്കോർഡിംഗ്ലി. ഇൻഡയറക്റ്റ് വേ ആണ്. അങ്ങനത്തെ വഴിയുണ്ട്. അത് എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചാണ്. നമുക്ക് ഒരു വഴിയില്ലെങ്കിൽ ഇത് ചെയ്യണമല്ലോ. അങ്ങനെ വേറൊരു വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വഴിയുണ്ട്. ഭാര്യ ട്രെയിൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഭാര്യ ഒരു കൗൺസിലറാക്കി മാറ്റും. ഈ ഭർത്താവിനെ അക്സെപ്റ്റ് ചെയ്യാൻ. ഭാര്യയ്ക്ക് ബേസിക്
ഒരു ക്രാഷ് കോഴ്സ് കൊടുക്കും. എന്താണ് കൗൺസിലിംഗ്, എന്ത് ചെയ്യണം, എന്താണ് ടെക്നിക്ക്. അപ്പൊ ഈ പുള്ളിക്കാരി പക്ഷേ കുറച്ചൊക്കെ ഏബിൾ ആകും ഈ ഭർത്താവ് ബിഹേവ് ചെയ്യും മനസ്സിലാക്കാൻ എങ്കിലും ഒരു കെൽപ്പുണ്ടായിരുന്നു. ഗ്രാജുവലി ആ വഴി ഓപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ പുള്ളിക്ക് മാറ്റം ഉണ്ടാവും. തിങ്ക് ചെയ്യും വൈ ഷീ ഈസ് ബിഹേവിംഗ് ദിസ് വേ. അപ്പം ഹി വിൽ ഹാവ് ഡെഫിനറ്റ്ലി ചേഞ്ചസ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഈ ഭാര്യക്ക് ഭർത്താവ് ചിന്തിക്കും. ഭാര്യ പറയും ഐ വാസ് ഗെറ്റിംഗ് സം ട്രെയിനിങ്, ഐ വാസ് റിസീവിംഗ് സം, സോ ഷാൽ വി ഗോ. അപ്പോഴും ചിലപ്പോൾ അദ്ദേഹം അന്ന് വരത്തില്ലായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അയാള് അപ്പൊ ഞാൻ ഓൾറെഡി വേറെ വശത്തോടു കൂടി ഇങ്ങനെ ഓപ്പറേഷൻ നടത്തുന്നുണ്ടായിരിക്കും, എങ്ങനെയെങ്കിലും ഒക്കെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഈ രണ്ടുപേരും നമ്മളുടെ റാപ്പോ ഞാൻ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഐ ക്യാൻ ട്രസ്റ്റ് ദിസ് പേഴ്സൺ. ദിസ് പേഴ്സൺ ഇസ് എ ഗുഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ. ഓക്കെ, എന്റെ രഹസ്യങ്ങൾ പറയാൻ പറ്റിയ ഒരാളാണ് അദ്ദേഹം, കുഴപ്പമില്ല എന്നൊരു തോന്നൽ വന്നാൽ അടുത്ത് വരും. അടുത്ത് വന്ന ശേഷം ഫാമിലി തെറപ്പി. ഈ ഫാമിലി തെറപ്പി സെഷന് എല്ലാവരും വേണം, ഒരാൾ വഴിയല്ല. വിൽ സ്റ്റാർട്ട് വിത്ത് പേഴ്സണൽ കൗൺസിലിംഗ്, വിൽ ഓപ്പറേറ്റ് ടു ഇൻഡയറക്റ്റ് കൗൺസിലിംഗ്, വിൽ ട്രൈ സം റോൾ പ്ലേസ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, എന്നിട്ട് ടെക്നിക്സ് ആണ്. റോൾ പ്ലേ ചെയ്യണമെങ്കിൽ എല്ലാവരും അടുത്ത് വേണം. എന്നാൽ ചെയ്ത ശേഷം ഗ്രാജുവലി ഇത് സോൾവ് ചെയ്തെടുക്കാനുള്ള ഒരു, അതാണ് ഫസ്റ്റ് ബേസിക്കലി ചെയ്യുന്നത്. ഒരു ക്ലയന്റ് അടുത്ത് വരുമ്പോൾ പിന്നെ ഇതൊരു പ്രോസസ്സ് വളരെ ലോങ് ആണ്. ഒരു ദിവസം കൊണ്ടോ ഒന്നും തീരുന്നതല്ല. ടൈം ഗ്യാപ്പ് വേണം. ഒരു സെഷൻ കഴിഞ്ഞിട്ട് 3-4 ദിവസം ഗ്യാപ്പ് വേണം. ഇവര് സമയത്ത് വരണം. ഇവര് പിന്നെ ഇവരുടെ കുഴപ്പം, ഇവർ കുറച്ച് സെറ്റായി പിന്നെ വരത്തില്ല. നമ്മളെല്ലാം ചെയ്യുന്നതാണ്. പനിക്ക് ഡോക്ടറെ അടുത്ത് പോയി ചൂട് പോയി ഇനി പോകണ്ട. പക്ഷെ ഇതൊരു പ്രോസസ് ഉണ്ട്. ഞങ്ങൾ നിർബന്ധിക്കും, നിങ്ങൾ വരണം, വന്നേ പറ്റും. പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ ഓൾറെഡി എഴുതി കൊടുക്കും, വരുമ്പോഴേ എഴുതി കൊടുക്കും. ഇത്ര സെഷൻസ് വേണം, ഇത്ര പ്രാവശ്യം വരണം. പിന്നെ എന്ത് ചെയ്യാം, മറ്റു ഡോക്ടേഴ്സിനെ പോലെ തന്നെ നമ്മളും പിന്നെ കൈമലത്തും. പിന്നെ ഇവര് വരും, പിന്നെയും പ്രോബ്ലം ആയിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് വരും. പ്രോബ്ലം ആയിട്ട് വരും. അപ്പോഴും നമ്മൾ പിന്നെയും വിൽ സ്റ്റാർട്ട് ഫ്രം ദി ബിഗിനിങ്. പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ദിസ് ഇസ് മൈ പാഷൻ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ഈ സെഷൻ റൂമിന് പുറത്ത് ഉള്ള ബന്ധങ്ങൾ അവരോട് വിളിക്കുകയും അവരെന്നെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും അതിനിടയ്ക്കുള്ള ഒരു ഹീലിംഗ് പ്രോസസ് നടത്തുകയൊക്കെ ചെയ്യാൻ ഫോൺ വിളികളും, അവരിടയ്ക്ക് ഒരു ഫാമിലിയിൽ ഒരു ഫോൺ കോൾ ചെയ്യുകയും ഒരു വീഡിയോ കോൾ ചെയ്യുകയും. അപ്പൊ അവരുടെ കണ്ടിന്യൂസ് ഇൻസ്പെക്ഷൻ. അപ്പൊ ഞാൻ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും, ഇന്നതുപോലെ ചെയ്യണം, ഇന്നത് പറയരുത്, ഇന്നത് ചെയ്യണം. അപ്പൊ നമ്മൾ അനാലിസിസ് പറയാൻ പറയും, ഇയാളത് പറഞ്ഞു, ഇവനത് പറഞ്ഞു, അത് പറഞ്ഞു. അപ്പൊ അവർ തുറന്ന് പറയും. അങ്ങനെ ഗ്രാജുവലി ഇത് കാര്യങ്ങളൊക്കെ, അതാണ് ഇതിന്റെ പ്രോസസ്. ഇതിനിടയ്ക്ക് ട്രീറ്റ്മെന്റ് പാറ്റേൺ ഇതല്ല. ട്രീറ്റ്മെന്റ് പാറ്റേൺ ഫാമിലി ആയിട്ട് വരുമ്പോൾ there are activities, there are therapy sessions, there are writing activity, there are some toy activities, there are some പിന്നെ മെഡിറ്റേഷൻ ആക്ടിവിറ്റീസ്, പല ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇത് കൂടെ ഒക്കെ ഗ്രാജുവലി വി കൻ ബ്രിങ് ദ ഫാമിലി ബാക്ക് ഇഫ് ദേ കോപ്പറേറ്റ്, ഓൺ എ കണ്ടീഷൻ ദാറ്റ് ഇഫ് ദേ കോപ്പറേറ്റ്. വിത്തൗട്ട് ദ കോപ്പറേഷൻ വി കനോട്ട് ഡു എനിത്തിങ്. നമ്മൾ പുറകെ പോയാലും that will not work. Accept ചെയ്ത് willing ആയിട്ട് we want some help, we need to come out of it എന്ന് പറഞ്ഞ് ഫാമിലി തെറപ്പി സെഷൻസ് നമുക്കൊരിക്കലും ഫാമിലി ഒന്നാക്കാൻ വേണ്ടി മാത്രമല്ല, ഡിവോഴ്സ് ആക്കാനും ഇത് ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും പറയാം. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പറ്റാത്ത ബന്ധം, അവരെ പിരിച്ചു തന്നെ വിടണം. സെക്ഷൽ ഡിഫറൻസസ്, കല്യാണം കഴിക്കും പറഞ്ഞുകൂടാ അവര് സെക്ഷൽ ഡിഫറൻസ് ഉള്ള ആളാണോ, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, യുനോ സെക്ഷൽ ഡിസോറിയന്റേഷൻസ്, യുനോ നമ്മുടെ മമ്മൂട്ടിയുടെ പടമൊക്കെ കണ്ടല്ലോ, കാതൽ, അപ്പൊ അങ്ങനെയുള്ള സെക്ഷൽ ഡിസോറിയന്റേഷൻസ്. പിന്നെ മറ്റു പല കാര്യങ്ങളുണ്ട്, അവൾക്ക് പറ്റാത്തത് അവന് പറ്റാത്തത് ഒക്കെ ഉള്ള കാര്യങ്ങൾ പലതുണ്ട്. ആ രീതിയിൽ പറ്റാത്ത കാര്യങ്ങളിൽ ലെറ്റ് ദം ഹാവ് ഇൻഡിവിജ്വൽ ഫ്രീഡം ലൈഫ്. ഒരുമിച്ച് ഇങ്ങനെ ഒരു പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന പോലെ ഇരിക്കേണ്ട ആവശ്യം എന്താ? അങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട്. അതൊരു സഹായമാണെന്ന് തന്നെ എന്റെ പേഴ്സണൽ വിശ്വാസം. അപ്പൊ ഭർത്താവിനെ ഭാര്യ ചേർത്ത് പിടിച്ച് കെട്ടിവെക്കുന്നത് മാത്രമല്ല, പറ്റാത്ത കേസിൽ നമ്മള് അത് എക്സാക്ട്ലി ചെയ്യണം തന്നെയാണ്. സോ ഇതിന്റെ ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ഇത്രയും വർഷമായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. വാട്ട് ഡു യു തിങ്ക് ഇസ് യുവർ സക്സസ് റേഷ്യോ? അതായത് ഇപ്പം ഡിവോഴ്സ് ചെയ്ത് വിടുന്നത് ഒരു സക്സസ് റേഷ്യോ ആണ്. അതായത് ചേരണ്ടാന്ന് പറഞ്ഞ സക്സസ് ആണ്. അവരെ ഒന്ന് സഹായിക്കുക നമ്മൾ ചെയ്യുന്നത്. പറ്റത്തില്ല നമുക്ക് ഉറപ്പുള്ളപ്പോൾ നമ്മൾ ട്രൈ ചെയ്യും. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഇപ്പൊ ഞാൻ ഡിവോഴ്സ് ആക്കി കൊടുത്ത കേസുണ്ട്. എന്ന് ചോദിച്ചാല് ഞാനൊരു കേസ്, ഐ എം ഇൻ ടച്ച് വിത്ത് ദം ബോത്ത് ഓഫ് 2-3 കേസ് എനിക്ക് പറയാനുണ്ട്. 3-4 വർഷം ഞാൻ ശ്രമിച്ചു. 3-4 വർഷം ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ലെറ്റ് us take. പക്ഷെ 4 വർഷം ഞാൻ സസ്റ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. പക്ഷെ ഈ 4 വർഷവും they didn't have a good life. എന്നാൽ ഞാൻ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കേസും ഉണ്ട്. ഇപ്പോഴും ഞാൻ സസ്റ്റെയിൻ ചെയ്യുന്ന കേസസ് എനിക്കുണ്ട്.
എനിക്കൊരു കേസുണ്ട്, ഏകദേശം 8 years ആയിട്ട് ഞാൻ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ബോത്ത് ഓഫ് ദം ആർ നോട്ട് മച്ച് ഹാപ്പി, പക്ഷെ ദേ ലിവിങ് ടുഗെദർ. അപ്പം ഞാൻ അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ സ്വയമേ കണ്ടെത്താൻ ഞാൻ അവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ വേറെ നിവൃത്തിയില്ലല്ലോ. അതങ്ങനെ ചെയ്യുന്നുണ്ട്. ഒന്നിച്ചു വരുമ്പോൾ ജീവിക്കുന്നു, മക്കളെ വളർത്തുന്നു, ജീവിച്ചു പോകുന്നു, പള്ളിയിൽ പോകുന്നുണ്ട്, ജീവിച്ചു പോകുന്നുണ്ട്, കുഴപ്പമില്ല, ദൈവവിശ്വാസമൊക്കെ ഉള്ളതുകൊണ്ട് പ്രാർത്ഥിച്ചൊക്കെ പോകും. അത് പക്ഷേ അഡ്ജസ്റ്റിംഗ് ആണ്, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് സാധ്യത ഉള്ളതുകൊണ്ടാണ്. സാധിക്കാത്ത കേസിൽ എന്നും ഫൈറ്റ്, എന്നും പ്രയാസം, ഡിസാറ്റിസ്ഫാക്ഷൻ പലത്, നമ്മൾ കരുതുന്നതിൽ അപ്പുറത്താണ് ഫാമിലിയുടെ ഒരു രഹസ്യങ്ങൾ. അപ്പോൾ വരുണിന്റെ നമ്മുടെ ബോഡി, നമ്മുടെ പേരൻസ് കണ്ടിട്ടുള്ളത് നമ്മുടെ ബിലോ 4 years 5 years മാത്രമാണ്. ആഫ്റ്റർ 4 years 5 years നമ്മളുടെ ബോഡി എങ്ങനെയാണ്, നമ്മുടെ സെക്ഷൽ ഓർഗൻ എങ്ങനെയാണ്, അതിന്റെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ്, അതിന്റെ ഒരു ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ സെക്ഷൽ ഹോർമോണിന്റെ ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ്, ലെവൽസ് എങ്ങനെയാണ്, അങ്ങനെ പല കാര്യമുണ്ട്. ആക്ച്വലി നമ്മുടെ ഒരു റൊമാൻസിന്റെ ലെവൽസ് എങ്ങനെയാണ്, ഓറിയന്റേഷൻ ലെവൽസ് എങ്ങനെയാണ്, നമ്മുടെ അപ്പം നമ്മൾ അറിഞ്ഞുകൂടാ. അതൊക്കെ കല്യാണം കഴിഞ്ഞ് മാത്രമേ അറിയൂ. അപ്പോഴാണ് ഇവർ സ്ട്രഗിൾ ചെയ്യുന്നത്. പിന്നെ ഈ കപ്പിൾസ് പലരും ഉണ്ട്, അച്ഛൻ ഐ ഡോണ്ട് ഫീൽ എനിത്തിങ് ടുവേർഡ്സ് ഹെർ, ദെൻ വാട്ട് ഷുഡ് ഐ ഡു? അപ്പൊ എന്തെല്ലാം വഴി കണ്ടെത്തണം വേറെ. അപ്പം നമുക്ക് പല വഴിയുണ്ട്, ഞങ്ങളതൊക്കെ പരീക്ഷിക്കാറുണ്ട്. പക്ഷെ എന്നാൽ ചിലതൊക്കെ പരീക്ഷിച്ചാലും ഇതുകൊണ്ടാവത്തില്ല. ഡിഫറെന്റ് സെക്ച്വാലിറ്റീസ്, സെക്ച്വാലിറ്റി ഉണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്, ഗെയ്സ് ഉണ്ട്, പല ഓറിയന്റേഷൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം ബേസിക്കലി ഹോർമോൺസിന്റെ വേരിയേഷൻസ് ആണ് ബേസിക്കലി എന്റെ അറിവിൽ. അത് കൂടുമ്പോഴും കുറയുമ്പോഴും താല്പര്യങ്ങൾ കൂടും, കുറയും, ഫാന്റസീസ് കൂടും, കുറയും, മൊറാലിറ്റി കൂടും, കുറയും, ലൈഫിന്റെ പലതിനെ എഫക്ട് ചെയ്യും. ഇപ്പൊ സെക്ഷനെ പറ്റിയൊക്കെ പിന്നെ പറയാം. ഇതിനെയൊക്കെ വല്ലാതെ എഫക്ട് ചെയ്യും. അത് സ്പിരിച്വാലിറ്റി വരെ എഫക്ട് ചെയ്യും, മെന്റൽ സാറ്റിസ്ഫാക്ഷനെ എഫക്ട് ചെയ്യും. അപ്പൊ ഇത് അൾട്ടിമേറ്റ്ലി പിള്ളേരെ എഫക്ട് ചെയ്യും, സൊസൈറ്റി എഫക്ട് ചെയ്യും. ഫാമിലി കാണുന്ന പ്രോബ്ലത്തിന് പലതും അണ്ടർലൈങ് റീസൺസ് ഉണ്ട്. അത് നമുക്ക് തപ്പി കണ്ടുപിടിക്കാൻ ഒരു തെറപ്പിസ്റ്റിനെ പറ്റും, ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് പറ്റൂല എന്നാ എന്റെ വിശ്വാസം. കാര്യം അവർക്ക് ദേ ഹാവ് ടു കൺസിഡർ ലോട്ട് ഓഫ് പീപ്പിൾ. അവർക്കൊരു മെഡിക്കൽ പെർസ്പെക്റ്റീവ് കാണും. എന്നാൽ ഒരു സൈക്കോളജിസ്റ്റ് മാത്രമേ ഒരു മനസ്സ് അറിഞ്ഞ് സമയം കണ്ടെത്തി ആളുടെ പുറകെ പോകാൻ പറ്റിയ ആൾക്ക് മാത്രമേ കുറച്ചുകൂടെ ഒക്കെ ഇത് മനസ്സിലാകാൻ വഴിയുള്ളൂ, ഇവരുടെ ഇതിന്റെ കിടപ്പുകൾ. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഉത്തരം ശരിയാവണമെന്നില്ല വരും. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ അതോടൊക്കെ കണ്ടുപിടിച്ചു, പക്ഷെ ഇതൊരു ഫ്ലക്സ് ആണ്. അടുത്ത നിമിഷം ഇതിന്റെ ഈ ഉത്തരം ഞാൻ മാറ്റേണ്ടി വരും. അപ്പൊ എന്താ ചെയ്യുന്ന ചോദിച്ചാൽ ദെൻ വി ടേക്ക് എ റേഷ്യോ. 1 2 3 4 കേസ് 1 കേസ് 2 കേസ് 3 കേസ് 4 ഇതെല്ലാം കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വി ഗെറ്റ് സം റെയർ ഐഡിയ. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ്. സോ ബേസിക്കലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, നമ്മൾ സെക്സ് എന്നുള്ളൊരു ടോപ്പിക്കിലോട്ട് വരാമെന്ന് പറഞ്ഞു. സോ മൈ ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക്, ഈ സെക്സ് ആൻഡ് ഫാമിലി ലൈഫ്, ഹൗ ഇറ്റ് ഈസ് ഇന്റർകണക്റ്റഡ്? ക്യാൻ യു എലാബറേറ്റ് മോർ ഓൺ ദാറ്റ്? അതൊരു വളരെ സെൻസിറ്റീവ് ചോദ്യമാണ്, പക്ഷേ അത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അപ്പോൾ നമ്മൾ സെക്സ് എന്ന് പറയുമ്പോൾ വാട്ട് ഫ്രോയിഡ് സെഡ്. അപ്പോൾ ഫ്രോയിഡിനെ സംബന്ധിച്ച് സെക്സ് എന്ന് പറയുമ്പോൾ ഇന്റർകോഴ്സ് മാത്രമല്ല, സെക്സ് എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ബിയോണ്ട്. ഞാനും അഭിപ്രായക്കാരൻ തന്നെയാണ് എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട്. സെക്സ് എന്ന് പറയുമ്പോൾ ദ ഇന്റർകോഴ്സ് ദാറ്റ് യു ഹാവ് ഇൻ എ റൂം, അതിൽ ഒതുങ്ങുന്നതല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിത്തിങ് ദാറ്റ് മേക്സ് യു പാഷനേറ്റ് ഈസ് സെക്ഷുവൽ. സെൻഷ്വൽ, സെക്ഷുവൽ ഇതൊക്കെ കണക്റ്റഡ് ആണല്ലോ ബേസിക്കലി. എന്നെ ത്രസിപ്പിക്കുന്ന പലതും സെക്ഷുവലാണ്. പക്ഷെ നല്ലൊരു പടം വരയ്ക്കുന്നതാവാം, ഞാനൊരു പടം വരച്ച് കഴിയുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആവാം, അല്ലെങ്കിൽ ഞാനൊരു ഒരു ജിം ഒരാളാണ്, അതിൽ കൂടെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആവാം. ഇതെല്ലാം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു ലിമിറ്റഡ് നോളജിൽ ഇറ്റ്സ് ഓൾ കണക്റ്റഡ് ടു സെക്ഷുവൽ ഫീലിങ്സ്. ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഡു നോട്ട് കണക്ട് ദീസ് തിങ്സ് ടു ജെനിറ്റൽസ്. അപ്പോൾ നമ്മുടെ എല്ലാവരും പ്രോബ്ലമാണ്. സെക്ഷുവൽ എന്ന് പറയുമ്പോൾ വി കണക്ട് ടു ദ ജെനിറ്റൽസ്. സെക്ഷുവൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സംതിങ് ബിയോണ്ട് വിച്ച് ഹാപ്പൻസ് ഹിയർ. എൻ്റെ ഒരു റീസൺ, എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട്, സെക്സ് ഡസൻറ്റ് or it is not only happening in your genitals or in your body, it is happening here. It is pleasure, satisfaction that you get in your brain. അപ്പോൾ കുറച്ച് വിശാലമായില്ലേ അത്. സെക്സ് ഇസ് നോട്ട് ഓൺലി ഇൻ ജെനിറ്റൽസ്. ഒരു ജെനിറ്റൽ ആക്ടിവിറ്റി അല്ല സെക്സ്, ഇറ്റ് ഇസ് ഇൻ ദ ബ്രെയിൻ. അപ്പോൾ ബ്രെയിനിനെ ഇംപ്യൂ ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കാൻ പല വഴിയുണ്ട്. ചിലർ മദ്യപിക്കുന്നത് കണ്ടുണ്ട്, പല വഴി, ഗെയിമിന് അഡിക്റ്റ് ആയുള്ള മൊബൈലൊക്കെ ഇങ്ങനെ സംതിങ് വിച്ച് മേക്സ് ദ ബ്രെയിൻ ഹാപ്പി എന്നുള്ളതാണ്.
ആക്ടിവിറ്റി, ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി. അപ്പം മറ്റതൊക്കെ ചെറുതാണെങ്കിൽ മനുഷ്യ ശരീരം ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ എനർജി ബേൺ ഔട്ട് ആകുന്ന, ബ്രെയിൻ ഏറ്റവും കൂടുതൽ എക്സ്റ്റസിയിൽ വരുന്ന ഏക സമയമാണ് ദ ക്ലൈമാക്സ് ഓഫ് സെക്സ്. ടു ഓൾ ഇറ്റ് ഈസ് ഫോർ ഓൾ ആനിമൽസ്, നോട്ട് ഓൺലി ഫോർ ഹ്യൂമൻ ബീങ്സ്. ഇതൊരു വലിയൊരു തെറ്റും പാപവുമായ സമൂഹം വ്യാഖ്യാനിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതങ്ങനെയാണ്. ദാറ്റ് ഈസ് നീഡഡ് ഫോർ എവറി ഹ്യൂമൻ ബീങ് ഓർ എവറി ആനിമൽ, സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ പല വഴിയുണ്ട്. എല്ലാവരും ഫാമിലി ഉള്ളവർ മാത്രമൊന്നുമല്ല സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ, യു നോ ഇറ്റ് ഓൾറെഡി. പക്ഷേ ഫാമിലിയിൽ എന്തുകൊണ്ടാണ് സെക്സ് ഈസ് കണക്റ്റഡ് എന്ന് ചോദിച്ചാൽ അത് പാർട്ട്ണർഷിപ്പ് ഇൻ സെക്സ്. അപ്പോൾ അത് പാർട്ട്ണർ ദാറ്റ് യു ഹാവ്, ബോത്ത് ഓഫ് ദം ഷുഡ് റിസീവ് ദ സെക്ഷൽ പ്ലഷർ. അപ്പോൾ ഞാൻ ഐ റിപ്പീറ്റ്, ഇറ്റ് ഇസ് നോട്ട് ഓൺലി ദ സെക്ഷൽ ജെനിറ്റൽ പ്ലഷേഴ്സ്, ഇറ്റ് ഈസ് മച്ച് മോർ. കുടുംബജീവിതത്തിൽ തെറ്റിദ്ധാരണ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം, എൻ്റെ ഒരു പ്രത്യേക കൺസേൺ, ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഇല്ല. ഇത് കേൾക്കുന്ന എത്ര പേരിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ മിക്കതും ചെയ്യും, നിങ്ങൾ ദൈവത്തെ അനുസരിക്കണം, നല്ല മക്കളാവണം, അപ്പനെ അമ്മ അനുസരിക്കണം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, കരുതണം, നിങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കരുത്, ദൈവം എല്ലാം കാണുന്നുണ്ട്. ഇതും ഏതാണെന്ന് ചോദിച്ചത് അത് സ്പിരിച്വൽ പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷെ അതിനകത്ത് ലോഡ് ഓഫ് അതർ പ്രിപ്പറേഷൻസ് ടു ബി ഡൺ ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് സെഷൻ. ഇതിനകത്ത് ബോഡി റിലേറ്റഡ് പേഴ്സണൽ ഹൈജീൻ മുതൽ ബോഡി സ്പേസിന്റെ മാനേജ്മെന്റ് മുതൽ, ബിക്കോസ് ഒരു മനുഷ്യൻ നാളെ മുതൽ എൻ്റെ ജീവിതം കവരാൻ പോവുകയാണ്, പാതി കവരാൻ പോവുകയാണ്. ഇത്രയും നാൾ വിശാലമായിട്ട് ഞാൻ കടന്ന ഞാൻ ഇനി ചുരുണ്ട് കിടക്കണം, ഒരാൾ കൂടെ കിടക്കാൻ പോവാ അല്ലേ? ഇത്രയും നാൾ വിശാലമായിട്ട് തോന്നിയതുപോലും ജീവിച്ച് മുറിക്കാത്ത ഒരാൾ വന്ന് നോക്കാൻ പോകും. വൈ യു ആർ കീപ്പിംഗ് ഇറ്റ് ഹിയർ, വൈ യു ആർ ഡൂയിങ് ഇറ്റ് ഹിയർ, ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. 10 മണിക്കും 12 മണിക്കും വീട്ടിൽ കയറി എനിക്ക് നാളെ തൊട്ട് എവിടാ നീ കണ്ടില്ലല്ലോ, പിന്നെ പിണക്കമായി, ഇഷ്യൂസ് ആയി, വഴക്കായി. എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അമ്മ ഉണ്ടാക്കി തന്നു, ഇനി അവളെ കൂടെ നോക്കണം, അല്ലെ അവനെ കൂടെ നോക്കണം. ബേസിക്കലി ലോട്ട് ഓഫ് ഇഷ്യൂസ് ഓഫ് ഷെയറിംഗ് സ്പേസ്. മുറി മാത്രമല്ല ഷെയർ ചെയ്യുന്നത്, മെന്റൽ സ്പേസ്, മൊബൈൽ സ്പേസ് വരെ, പാസ്വേഡ് വരെ കൊടുത്തേ പറ്റൂ. ഇതൊരു വലിയ പ്രോബ്ലമാണ്. ഇതിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. സംഭവിക്കുന്നത് മുഴുവൻ ഒരു BMW വാങ്ങിച്ചു കൊടുത്ത ശേഷം ഡ്രൈവിംഗ് പഠിപ്പിക്കാതെ BMW വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ കല്യാണം കഴിപ്പിക്കുന്നത്. അങ്ങനെ പാടില്ല. ആദ്യം ഈ പയ്യനും കൊച്ചും ചെയ്യേണ്ടത്, ആദ്യം ഒരു മാരുതി 800 അംബാസഡറിൽ ഓടിച്ച് പഠിക്കണം. എന്ന് വെച്ചാൽ ഇത് പഠിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ബേസിക് അറിയണം, കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലൈസൻസ് എടുക്കണം, ഒന്നെ പ്രാക്ടീസ് ഉണ്ടാവണം. ഞാൻ പറഞ്ഞപ്പോൾ ഒരു സെക്ഷുവൽ രീതിയിലേക്ക് മാത്രം ചിന്തിക്കരുത്, മാനേജ്മെന്റ് ഓഫ് ദ ഹോൾ ഫാമിലി. അപ്പൊ ഇതിനൊരു ശരിക്കും കുട്ടികൾ ഇത് കണ്ടു പഠിക്കുന്നുണ്ട്. ബേസിക്കലി അപ്പൻ്റെ കണ്ടു പഠിച്ചാൽ ബേസിക് അപ്പനും അമ്മയും പലതും മറച്ചു വെക്കും, മിക്കതും മറച്ചു വെക്കും. ഇപ്പൊ സെക്സ് ഒന്നും ഒരു ടോപ്പിക്കേ അല്ലേ വീട്ടിൽ. ആരെങ്കിലും വീട്ടിൽ സെക്സ് പറയുമോ? അപ്പനോട് ചോദിക്കും, അപ്പൊ ഹൗ ടു ഡു സെക്സ്. അപ്പൊ ഈ പിള്ളേരൊക്കെ ആരെ ആശ്രയിക്കും? നമ്മുടെ കാലത്ത് ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ഇൻ ഷെയറിങ്. നമ്മുടെ കാലത്ത് കൊച്ചു പുസ്തകങ്ങളോ പിള്ളേർ പിയർ സർക്കിൾസ്, കൊച്ചു പിള്ളേർ, നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നതൊക്കെ നമ്മുടെ സെക്സ് നോളജ്. ഇന്ന് അതല്ല. ജസ്റ്റ് വൺ ക്ലിക്ക് they have everything. It is all manipulated, it is all adjusted, edited or wrong knowledge. അതല്ല. ഇങ്ങനെ ഒരു ഞങ്ങളെപ്പോലുള്ള ഇത് പഠിച്ച ആളുകൾ പ്രിപ്പയർ ചെയ്യണം. ഹൗ ടു ഷെയർ യുവർ ഫിസിക്കൽ സ്പേസ്, ഹൗ ടു ഷെയർ യുവർ മെന്റൽ സ്പേസ്, ഹൗ ടു ഷെയർ യുവർ ഫിനാൻസസ്, ഹൗ ടു മാനേജ് ഇൻലോസ്, ഹൗ ടു മാനേജ് യുവർ ഫിസിക്കൽ ടൈം മാനേജ്മെന്റ്, and how to accept a person in your life. എന്തൊക്കെ പറയാം, എന്തൊക്കെ പാടില്ല. ഇതൊരു ലോങ് ടൈം എക്സിസ്റ്റൻസ് ഉണ്ടാവേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒരാഴ്ചത്തെ കൊള്ളാമല്ല, ഒരു മാനേജ്മെന്റ് ഒക്കെ തന്നെ ഉണ്ടാവണം. പിന്നെ എത്രമാത്രം, പിന്നെ ഫിസിക്കൽ പ്രിപ്പറേഷൻ എന്താണ് ഫോർപ്ലേ. ഒരു പയ്യനോട് ഞാൻ ചോദിച്ചു, വാട്ട് ഇസ് ഫോർപ്ലേ? ഹി ഡസന്റ് നോ. 26 വയസ്സുണ്ട്, ഒരു പ്രീമാരിറ്റൽ വന്ന പയ്യനാ. വാട്ട് ഇസ് എ ഫോർപ്ലേ? He doesn't have an idea. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ ഒന്നും പറഞ്ഞിട്ടില്ലേ? അച്ഛൻ I really don't know. ആള് കാണുന്ന പോൺ ഫിലിംസിലൊന്നും അതില്ലല്ലോ, ഡയറക്റ്റ് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുവാണ്. പക്ഷെ ഫോർപ്ലേ, അപ്പൊ ഞാൻ ചോദിച്ചു, വാട്ട് ഇസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫോർപ്ലേ? He doesn't know. ഞാൻ ഈ പെൺകൊച്ചോട് ചോദിച്ചു, മോളെ വാട്ട് ഈസ്, ഈവൻ ഷീ ഡസന്റ് നോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഹൗ മച്ച് ടൈം ഫോർ, മിക്കവർക്കും അറിഞ്ഞുകൂടാ, ഹൗ മച്ച് ടൈം എ ഫീമെയിൽ ബോഡി വിൽ ടേക്ക് ടു ഗെറ്റ് വോം. What is the difference between male body and female body? ഇത് രണ്ട് ബ്രെയിനാ. ദൈവം ഉണ്ടാക്കിയത് രണ്ടായിട്ടാ. 2 ഹോർമോൺസ്, 2 രീതിയാ, 2 ജെൻഡറാ, 2 ഇഷ്ടങ്ങളാ, 2 രീതികളാ, 2 ടൈപ്പാ. ഇറ്റ്സ് ഓൾ ഡിഫറൻസ്. അപ്പം ഹൗ മച്ച് ടൈം ഇറ്റ് ടേക്സ് ടു ഗെറ്റ് റെഡി ഫോർ സെക്സ്? ഇറ്റ് ഈസ് എ ലോങ് ക്വസ്റ്റ്യൻ.
അവർക്ക് ഉത്തരം പറയാനില്ല, അവർക്ക് അറിഞ്ഞുകൂടാ. 20 വർഷം ജീവിച്ച എൻ്റെ ക്ലയൻറ്റ് ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് യുവർ സെക്സ് ടൈം? 5 minutes. 5 minutes for 20 years. 5 minutes. The sex session is 5 years. 5 minutes. Oh my God. അപ്പം ഞാൻ ഒരു അവര് ഡിവോഴ്സ് ആകാൻ വേണ്ടിയാണ് വന്നത്, ഡിവോഴ്സ് ആകാൻ വേണ്ടി വന്ന കൂട്ടത്തോളം. ഞാൻ ദിസ് ഇസ് ദ ബേസിക് റീസൺ. അവിടുത്തെ ഏറ്റവും സർപ്രൈസ്, ഷീ ഈസ് വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് 5 minutes. ഞാൻ ചോദിച്ചു, ഹൗ യു ക്യാൻ, ഹൗ ഡു യു എൻജോയ്? അപ്പോൾ ഷീ അഡ്മിറ്റഡ്, ഐ ഡോണ്ട് ഹാവ് മച്ച് ഫീലിങ്സ്. അപ്പം ഞാൻ ചോദിച്ചു, വൈ യു ഡോണ്ട് ഹാവ് മച്ച് ഫീലിങ്സ്? അപ്പം ഞാൻ ചോദിച്ചു, ഡു യു നോ വൈ ഡു 20 years ആണ് നോത്തോണം, എന്നെക്കാട് പ്രായം കൂടിയ ആളാണ്. ഹി ഡസന്റ് നോ. അപ്പം ഞാൻ പറഞ്ഞു, ട്രൈ these things, there's something for foreplay. You have to try this. That could be romantic talk, that could be romantic actions, that could be talking together, touching body together, it could be anything. It differs from people to people. അതുണ്ടാവണം എങ്കിലേ ഫീമെയിൽ ബോഡി പ്രിപ്പയർഡ് ആവത്തുള്ളൂ. അതർവൈസ് ഇറ്റ്സ് എ റേപ്പ്. അപ്പൊ ആര് പറഞ്ഞാലും മാരേജ് ഇസ് എ ലൈസൻസ് ടു റേപ്പ്. ബേസിക്കലി നമ്മൾ ഇന്ത്യൻ കിച്ചണൊക്കെ കണ്ടാണല്ലോ, അതിലൊക്കെ സംഭവിക്കുന്നത് വളരെ ശരിയാ. ഇന്ത്യൻ എന്നുള്ള ടോട്ടൽ വേൾഡ് സിനാരിയോ എടുത്ത് നോക്കിയാൽ, ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ടെല്ലിംഗ് ദ പെർസെന്റേജ്, മജോറിറ്റി ഓഫ് പീപ്പിൾ ആർ റേപ്പിംഗ്, ദേ ഡു നോട്ട് നോ. അപ്പൊ ഇതൊരു ബ്യൂട്ടിഫുൾ ആക്ഷൻ ആണ്. അതിലേക്കൊക്കെ ഇപ്പൊ ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റൂല, ബട്ട് ക്ലയൻസ് കം, സോ സെക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അടുത്ത ചോദ്യമാണ്, അച്ഛൻ ഐ എം നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. ഓപ്ഷൻ 1, എനിക്ക് 5 minutes പറ്റത്തുള്ളൂ. ഓപ്ഷൻ 2, എനിക്കിതിന് പറ്റ പ്രയാസങ്ങളുണ്ട്. ഓപ്ഷൻ 3, എനിക്കിതിനകത്ത് ഈഗോ ഉണ്ട്, എനിക്ക് എൻ്റെ വൈഫിനോട് ഇത് പറ്റത്തില്ല. ഷീ ഈസ് വെരി, ഐ ഫീൽ ദാറ്റ് ഷീ ഈസ് എ ഡിവൈൻ, ദേവിയാണ് എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അവൾ വലിയ, അവളുടെ എനിക്ക് ബഹുമാനമാണ്, ആദരവാണ്. എടാ അവളെന്ത് ബഹുമാനിക്കും? ഷീ ഓൾസോ ഹാവ് ബോഡി ഡിസയേഴ്സ്. അറിയാമല്ലോ, ഈ മൂവീസ് ഒക്കെ ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പല കാര്യങ്ങളും. ആക്ച്വലി അവളെ ആരും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നീ അവളെ രാവിലെ എഴുന്നേറ്റ് പോയിട്ട് പൂജിച്ചാൽ മാത്രം പോരാ, അവളെ ബെഡ്റൂമിൽ ദേവിയാകാൻ പാടില്ല. ഞാൻ അങ്ങനെ അതിലേക്കൊന്നും പോകുന്നില്ല, ദർ ആർ ലോട്ട് ഓഫ് കൊളോക്കിയൽ യൂസേജസ്. ബെഡ്റൂമിൽ അവൾ ദേവിയാകാൻ പാടില്ല, ഷി ഷുഡ് ബി എ പാർട്ട്ണർ. അത് അറിയാമല്ലോ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാൽ ഇതിന്റെ ബേസിക് റീസൺ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ തലയിലാണ് ഇതിരിക്കുന്നത്. ഈ ഹോർമോൺ, ഇത് ഈ തല ചൂടാവണം, ബോഡി വാം ആവെന്ന് വെച്ചാൽ അർത്ഥം ബോഡി വാം ആവുന്നുള്ളതല്ല. ഹാർട്ട് ബീറ്റ് കൂടണം, ബോഡി റെഡി ആവണം, ഇതെല്ലാം ഇറ്റ് ഹാപ്പൻസ് ഫ്രം ഹിയർ. സെൻസസ് എനർജൈസ് ചെയ്ത് വരണം, ഓപ്പൺ അപ്പ് ചെയ്ത് വരണം. ദാറ്റ് ടേക്സ് സം ടൈം. അതിന് ഞാൻ എൻ്റെ എല്ലാ പിള്ളേരോടും പറയാറുണ്ട്, ഇത് കേൾക്കുന്ന ആരെങ്കിലും കേട്ടോളൂ. മെയിൽ ബോഡി ഈസ് ലൈക്ക് ഇലക്ട്രിക് അയൺ ബോക്സ്. All male bodies are like electric iron box. Female body is like the iron box that we used years ago, that brass one. കരിയിടുന്ന. അപ്പോൾ എന്താ ചോദിച്ചാൽ ഇത് പഠിപ്പിക്കാറുണ്ട് എൻ്റെ പിള്ളേരെ ഞാൻ കൗൺസിലിംഗ് എന്നുള്ള. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മെയിൽ ബോഡി, maybe you're a guy. How much time would take? How much time is needed to get a sexual thought or get ready for? How much time? What is your opinion? Let me ask you. My opinion. അതിപ്പോ ഞാൻ ചാനലിൽ പറയാൻ പറ്റില്ല. Okay, it could be it is very fast. Yes. Your eyes ഒന്ന് കണ്ടാ മതി, ഒരു കാഴ്ച മതി, you get erected, or that is how biology is all about. മനുഷ്യൻ പോളിഗാമസ് ആണെന്നുള്ള അറിയാമല്ലോ. പിന്നെ ഒരു സോഷ്യൽ സെറ്റപ്പ് ആണ് മോണോഗാമസ് സിറ്റുവേഷൻ. അത് വേണം, സൊസൈറ്റി അങ്ങനെയാണല്ലോ. ഇഷ്യൂസ് ഉണ്ട്, രോഗമുണ്ട്, പലതുണ്ട്. പക്ഷെ ഇതിങ്ങനെയാണ്. ലുക്ക് അറ്റ് ദ ആനിമൽസ് അറൗണ്ട്, ദേ ആർ മേറ്റിംഗ് വിത്ത് ഡിഫറെന്റ് പാർട്ട്നേഴ്സ്. അപ്പോൾ ദാറ്റ് ഈസ് ഹൗ ദ റീപ്രൊഡക്റ്റീവ് തോട്ട്, അതാണല്ലോ അതിന്റെ പുറകിലുള്ളത്. അങ്ങനെയാണ് പുരുഷന്മാർ. ദേ ഡോണ്ട് നീഡ് മച്ച് ടൈം to be ready for, because body will be very active. They get erected, they get the feeling of it. It is very fast. പക്ഷെ ആ ഫാസ്റ്റ് പോലെ തന്നെയാണ് they finish it very fast. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. They just wanted to finish it. അപ്പോൾ they get satisfaction also. ഇവിടെയാണ് പ്രോബ്ലം. ഈ ഫീമെയിൽ വൈഫ്, അതായത് പാർട്ട്ണർ, ഇറ്റ് ഇസ് ലൈക്ക് an old brass iron box. എന്താ ചെയ്യണ്ടേ? ആദ്യം ക്ലീൻ ചെയ്യണം, തുടയ്ക്കണം, കരിയിടണം, ഓരോന്നും കത്തിക്കണം, ഊതി കത്തിക്കണം. അത് കത്തി വരും, ചൂടായി വരും. ചൂടായി വന്നാലുള്ള പ്രോബ്ലം എന്താ? അത് കുറെ നേരം സ്റ്റേബിൾ ആയിരിക്കും, പിന്നെ തണുക്കത്തുള്ളൂ. ഇലക്ട്രിക് അയൺ ബോക്സ് സ്വിച്ച് ഓഫ് ചെയ്തു,
ഇറ്റ് ഈസ് ഓഫ്. പക്ഷെ മറ്റേ ഇതാണ് അണ്ടർസ്റ്റാൻഡിങ്. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. സയന്റിഫിക്കലി മേ നോട്ട് ബി ട്രൂ, പക്ഷേ ഞാനിത് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി പറയുന്ന കാര്യം, എളുപ്പം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് ആക്ച്വലി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ. ഇത് മനസ്സിലാക്കണം, പുരുഷൻ മനസ്സിലാക്കണം ഇങ്ങനെയാണ് ഫീമെയിൽ ബോഡി. പിന്നെ സ്ത്രീ മനസ്സിലാക്കണം ഇങ്ങനെയാണ് പുരുഷന്റെ ബോഡി. അവൻ അല്പം അതായത് ഫാസ്റ്റ് ആണെന്നും, അതായത് കാര്യങ്ങൾ അവന്റെ തോട്ട്സ് വളരെ ഫാസ്റ്റ് ആണ് എന്നുള്ളതും അവൾക്ക് സ്ലോ ആണെന്നുള്ളതും അതിന് ബയോളജിക്കൽ റീസൺസ് ഉണ്ട്. അതിന് ബയോളജിക്കൽ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല ഒരു സെഷനിൽ. ഇങ്ങനെ ലോട്ട് ബയോളജിക്കൽ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. ഇത് രണ്ടും മനസ്സിലാക്കണം. എന്നിട്ട് ഈ പുരുഷനെ ഇത് മനസ്സിലാക്കി അവളെ അസിസ്റ്റ് ചെയ്യാനും അവളെ ഇവനെ അസിസ്റ്റ് ചെയ്യാനും താല്പര്യം പഠിപ്പിക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ബാലൻസ്. അറ്റ്ലീസ്റ്റ് 5 minutes എന്നുള്ളത് 15 minutes എങ്കിലും ആവും. they get satisfaction, they get more time into it. ഇങ്ങനെയൊക്കെയുള്ള സോ സെക്സ് ആൻഡ് ഫാമിലി ലൈഫ് ഈസ് വെരി മച്ച് കണക്റ്റഡ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതില്ലാത്ത ഒരാളെ എന്ത് ചെയ്യും? ഒരു സെക്ഷൽ ഡിസയർ കുറഞ്ഞ ആളെ എന്ത്, എസെക്ഷുവൽ ഉള്ള ആളെ എന്ത് ചെയ്യും? വീട്ടിൽ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു, എന്ത് ചെയ്യും? അല്ലെങ്കിൽ സെക്ഷുവൽ ഇറക്ഷൻ പ്രോബ്ലം ഉള്ള ആളെ എന്ത് ചെയ്യും? എന്നാൽ മെഡിക്കൽ പ്രോബ്ലം ഒക്കെ ഹീൽ ചെയ്തെടുക്കാം. മെഡിക്കൽ പ്രോബ്ലം ഒക്കെ പലതും ഹീൽ ചെയ്തെടുക്കാം. യു നോ ഇറ്റ് ഓൾറെഡി. പക്ഷെ ഇതൊന്നും അല്ലാത്ത ഒരാളെ എന്ത് ചെയ്യും? ഇപ്പം എൻ്റെ അടുത്ത് വന്നൊരു കപ്പിൾ, അവർക്ക് ദേ ഹാഡ് മെന്റൽ പ്രോബ്ലം. മെന്റൽ പ്രോബ്ലം വെച്ചാൽ മെന്റൽ ബ്ലോക്ക് ആയിരുന്നു. 5 years, 6 years they could not get pregnant. The problem was spirituality. They were too God-fearing people. So they were like, then this over-consciousness killed their sexual life. അത് ഭയങ്കര ഒരു ഓവർ, അതിനെ ഈ ഒരു സെക്ഷൽ എക്സ്റ്റസി ഇല്ലാതാക്കും. ഇപ്പോൾ എനി കൈൻഡ് ഓഫ് ലോസ്, ടാബൂസ്, റെഗുലേഷൻസ് ഒക്കെ ഇത് എക്സ്റ്റസി കുറയ്ക്കും. കാര്യം ഇതൊക്കെ ഇങ്ങനെ ഓവർ ഭക്തി വന്നാലും പ്രയാസ. ഓക്കെ, അത് then we tried certain therapeutical techniques and they got a baby. Animalistic, being animalistic. Animals are not much spiritual. നമ്മുടെ കാഴ്ചപ്പാട് they are very spiritual. പക്ഷെ നമ്മുടെ കൂട്ടല്ല. നമ്മളെ ആരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ തെറ്റാണ്, ഇതിനകത്തൊക്കെ കുറെ പാപങ്ങളുണ്ട്, തെറ്റുണ്ട്. അത് നമ്മുടെ ഒരു എക്സസൈസ് കുറയ്ക്കും. പിന്നെ നമുക്കൊരു വി കനോട്ട് എൻജോയ് or we cannot express that. ഇതെല്ലാം ഇതിന്റെ സാറ്റിസ്ഫാക്ഷനെ ബേസ് ചെയ്തിരിക്കുകയാണ്. Once you have a healthy sexually satisfied family life, your wife will fall for you, your husband will fall for you. അത് എന്നും എവരിഡേയോ അല്ലെങ്കിൽ അങ്ങനെ once it is needed. എനിക്ക് വിശക്കുമ്പോൾ എനിക്ക് ഭക്ഷണം കിട്ടണം, അല്ലെ ഞാൻ ആങ്കർ ആവും. എനിക്ക് ദാഹിക്കുന്നു, കുടിക്കണം. ഇപ്പൊ എനിക്ക് ദാഹിക്കുന്നുണ്ട്, എന്റെ നാവ് കുഴഞ്ഞു വരുന്നുണ്ട്, ഐ ഹാവ് ടു ഡ്രിങ്ക് വാട്ടർ. ഇറ്റ്സ് എ നീഡ്, ഫിസിക്കൽ നീഡ്. അതുപോലെ തന്നെയാണ് ഇതും. അപ്പം ഇങ്ങനെയുള്ള തടസ്സങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷെ എന്നാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പലതും ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും ഒരിക്കലും ഒരാളുടെ സെക്സ്വാലിറ്റി തുറന്നു പറയത്തില്ല. അഥവാ അവർ കണ്ടുപിടിക്കും, ആരും അറിയാത്ത തെറാപ്പിസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ഇതും കാണും പുറത്ത് പോവുകയോ. അപ്പൊ അതുപോലെ കോൺഫിഡൻഷ്യൽ ഒരാളുടെ സെക്സ്വാലിറ്റി, അയാളുടെ സെക്സ്വാലിറ്റി എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. തുറന്ന് പറഞ്ഞു പോയപ്പോൾ ഒരു പേര് കിട്ടിയാൽ പിന്നെ കഴിഞ്ഞില്ലേ, ഇത് പുറത്ത് പറഞ്ഞു പോയി. അല്ലെങ്കിൽ മക്കളുടെ താമസിക്കുമ്പോഴേ പറയും അവനന്ന കുഴപ്പം, അവൾക്കന്ന കുഴപ്പം. ഇറ്റ് questions our identity basically. അപ്പൊ ഞാൻ എന്റെ പള്ളി പറയാറുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളിൽ ഇറ്റ് ഈസ് their privacy, why do you have to interfere? ഞങ്ങളുടെ ഒരു സഭയിലൊരു അച്ഛൻ ഈ കഴിഞ്ഞ ദിവസം വീഡിയോ ഇറക്കിയത് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ താമസിക്കുമ്പോൾ പള്ളിക്കാർ ചോദിക്കും, എന്താ കെട്ടാത്തെ, പെണ്ണ് കിട്ടിയില്ലയോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചോ. അപ്പം എവിടെ ആഫ്രിക്കയിൽ എവിടെ ഒരു യുവാവ് ഇങ്ങനെ പള്ളിയിൽ ആരോ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ഒലക്കെടുത്ത് ആളെ തല്ലിക്കൊന്നു. അതൊക്കെ ശരിക്കുള്ള കഥയാണ്. അപ്പൊ ഈ അച്ഛൻ പറയുകയായിരുന്നു, പള്ളിയുടെ എല്ലാ ബെഞ്ചിലും ഒരു ഒലക്ക വെച്ചാൽ മതി, ഇറ്റ് ഈസ് ഹിസ് പ്രൈവസി. അവൻ കെട്ടണ്ടെങ്കിൽ അവൻ കെട്ടണ്ട, അവന്റെ പ്രൈവസി കാണും. ഒരുപക്ഷെ അവൻ എന്തെല്ലാം റീസൺസ് കാണുമായിരിക്കും. ഇതൊന്നും അല്ലേ പോലും അവന്റെ പ്രൈവസി അല്ലേ കെട്ടണം വേണ്ടെന്നുള്ള. ഈ ഒരു സോഷ്യൽ ടാബു വളരെ പ്രയാസമാണ്. അപ്പം ഇതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു ഫാമിലി ഇതുമായിട്ട് സെക്സുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ കാര്യങ്ങൾ. പക്ഷേ ഇഫ് യു ആസ്ക് എനിക്ക് ഡീറ്റെയിൽ, ദാറ്റ് ഇസ് ഡിഫറെന്റ് കേസ്. ഇതാണ് എൻ്റെ ഒരു റൈറ്റ്. യെസ് യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞു. സോ യു സൈഡ് എ പോയിന്റ് ദാറ്റ് ഇഫ് ഡിവോഴ്സ് ആവശ്യം ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളത്. കാരണം ഡിവോഴ്സ് ഇഫ് അനിവാര്യമാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു ഡിവോഴ്സിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
പക്ഷെ മേജർ കേസസ് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഒരു 10 years കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കുട്ടി ആയതിനു ശേഷം അതിനുശേഷമൊക്കെയാണ് ഈ ഒരു ഡിവോഴ്സിൻ്റെ കൂടുതലൊരു വ്യാപകമായിട്ട് കാണുന്നത്. സോ വാട്ട് ഈസ് യുവർ റിവ്യൂ ഓർ വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ റിഗാർഡിങ് ദാറ്റ്? വരുൺ പറഞ്ഞല്ലോ ഈ കല്യാണം കഴിഞ്ഞ ഉടനെ ഡിവോഴ്സ് ആയെന്ന്. അത് ഈ ഇടയ്ക്കൊക്കെ പണ്ട് അങ്ങനെ അല്ലല്ലോ. എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ അതൊരു പക്ഷേ സെക്ഷൽ അഡ്ജസ്റ്റ്മെന്റ് റീസൺസ് ഒക്കെ ആയിരിക്കാം. മറ്റു പലതും അങ്ങനെ ആവാൻ വഴിയില്ല. അവർ പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം നോക്കിയ ശേഷമായിരിക്കാം സംഭവിക്കുന്നത്. ഇതിൻ്റെ ബേസിക് റീസൺ ക്യാൻസർ ക്യൂറബിൾ ആണോ അല്ലയോ? ക്യാൻസർ ഇപ്പം ക്യൂർസ് കണ്ടുപിടിക്കാം. അതെ, ചികിത്സിച്ചില്ലെങ്കിൽ എന്നാ പറ്റും? ഇല്ലെങ്കിൽ മരണം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. ഇതുപോലെ തന്നെ ഫാമിലിയിലും ബേസിക്കലി ഈ ഡിവോഴ്സ് ആകുന്ന മനുഷ്യരിൽ മിക്കവരും they must have not tried for a treatment. ഒരു ട്രീറ്റ്മെന്റ് ഇപ്പം എല്ലാത്തിനും ഒരു എറ്റിക്വറ്റ്സ് ഉണ്ട്. ഒരു ടേബിൾ എറ്റിക്വറ്റ്സ് ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ഫാമിലിയിൽ എറ്റിക്വറ്റ്സ് ഉണ്ട്. എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കാൻ പാടില്ല, എന്തുകൊണ്ട് പാടില്ല. ഭാര്യയോട് അവളുടെ അമ്മയെ പറ്റി കുറ്റം പറയാൻ പാടില്ല, എന്തുകൊണ്ട് പറയാൻ പാടില്ല. ദർ ഇസ് എ ബയോളജിക്കൽ റീസൺ, ദർ ഇസ് എ സൈക്കോളജിക്കൽ റീസൺ, ദർ ഇസ് എ സോഷ്യോളജിക്കൽ റീസൺ. ഓക്കെ, ഇൻലോസിന്റെ കുറ്റം ഫാമിലി പറയാൻ പാടില്ല. ദർ ഇസ് എ ബയോളജിക്കൽ റീസൺ, സൈക്കോളജിക്കൽ റീസൺ, സോഷ്യോളജിക്കൽ റീസൺ. ഇൻലോസ് ഫാമിലി ലൈഫിൽ ഇടപെടാൻ പാടില്ല. There is a biological reason, psychological reason, sociological reason, many more. ഇത് ഇങ്ങനെയുള്ള നോംസ് ആൻഡ് റെഗുലേഷൻ ഇവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇവർ ഇടപെടും, അവർ ഇങ്ങോട്ട് പറയും. ഒരു പക്ഷേ അപ്പനെ പറ്റി കുറ്റം പറയും, ഗിവ് ആൻഡ് ടേക്കിനെ പറ്റി പറയും, സ്ത്രീധനത്തെ പറ്റി പറയും, മറ്റു ഭാഗത്തിനെ പറ്റി പറയും, പിന്നെ ഷെയറിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റിനെ പറ്റി പറയും. കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഞാൻ കഷ്ടപ്പെടുന്നത്, നീ ജോലി ചെയ്യുന്നു, ശമ്പളം കൂടുതലാണ് കുറവാണ്, ഇങ്ങനെ ദൂരം ഇഷ്യൂ. എന്ത് ഇഷ്യൂ വന്നാലും എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ദേ ആർ നോട്ട് റെഡി ഓർ ബീങ് ടോട്ട്. അവരെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ചോദിക്കും, ഇതൊക്കെ പഠിപ്പിക്കേണ്ടതാണോ? തന്നെ പഠിക്കേണ്ടതല്ലേ? അവരെ പഠിപ്പിക്കേണ്ടതാണ്. വരുൺ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. വരുൺ എത്രമാത്രം ട്രെയിനിങ്ങിന് ശേഷമായിരിക്കും എങ്ങനെ ക്യാമറ വെക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചോദിക്കണം, എന്ത് ചെയ്യണം, മൈക്ക് എങ്ങനെ, എന്തെല്ലാം ട്രെയിനിങ്ങിന് ശേഷം. ഇതിന്റെ എത്ര ഇരട്ടി പ്രിപ്പറേഷൻ വേണം ഒരു ഫാമിലിക്ക്. ഒരു കുഞ്ഞിനെ പ്രസവിക്കുക, 9 മാസം ചുമക്കുക, വളർത്തിയെടുക്കുക, പഠിപ്പിക്കുക, നന്നായിട്ട് കൊണ്ടു നടക്കുക, സമൂഹത്തോടും സഭയോടും ഒക്കെ കൂറുള്ളവരായിട്ട് വളർത്തുക, കുടുംബത്തെ നോക്കണം. ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണോ? എന്നാൽ പിന്നെ സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ വളരെ സുഖമായി താമസിക്കാൻ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ദിസ് ഇസ് എ ടീച്ചിങ് മെത്തഡോളജി, ടീച്ചിങ് ലൈഫ്. എന്ത് പ്രയാസമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് ഫിനാൻസ് മാനേജ്മെന്റ്, പണമുള്ള അവസ്ഥ, ഒരു വീട് വാങ്ങിക്കാൻ എളുപ്പമുള്ള കാര്യമാണോ? ലോണുകൾ, കാര്യങ്ങൾ, എന്തെല്ലാം കാര്യമുണ്ട്. പേരൻസിനെ നോക്കണം, രോഗം വരുന്നു, ഒരു പേരൻസിന്റെ ആശുപത്രി കിടക്കട്ടെ, അപ്പൊ അറിയാം എന്റെ ഇഷ്യൂ. എന്തോരം പണം ചെലവാകും, സമയം ചെലവാകും, അവരെ കൊണ്ടു നടക്കണം, നോക്കണം. എളുപ്പമുള്ള കാര്യമാണോ? ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ ഇതിനെല്ലാം എളുപ്പമായിട്ട് കാണുന്നത്. അതൊക്കെ അറിയാം ചെയ്തോട്ടെ. അങ്ങനെയല്ല. There should be a well-trained program for all people before the marriage. പ്രീ-മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ബേസിക് പാരസെറ്റമോളാണ്. അതെങ്കിലും വേണം. ബേസിക് പാരസെറ്റമോൾ അതെങ്കിലും വേണം. അത് പോരാ, നല്ല ട്രെയിനിങ് കൊടുക്കണം. പഞ്ചായത്ത് തലങ്ങളിൽ കല്യാണം കഴിപ്പിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും പ്രീ-മാരിറ്റൽ കൗൺസിലിംഗ് നിർബന്ധമാക്കുന്ന വാർഡ് മെമ്പർമാർ ഉറപ്പുവരുത്തണം. അല്ലെ പള്ളിയിൽ അച്ഛന്മാർ ഉറപ്പുവരുത്തണം. അല്ലെ എന്ത് സമുദായമാണോ അവർ ഉറപ്പുവരുത്തണം. പ്രീ-മാരിറ്റൽ ഗ്രൂപ്പ് കൗൺസിലിംഗ് സംഘടിപ്പിക്കണം. പിള്ളേരെ കല്യാണപ്രായം അവരെ വിളിച്ചു കൂട്ടി. കല്യാണത്തിന് മുമ്പ് നമുക്ക് ചില എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ അഫിഡവിറ്റ് എഴുതി കൊടുക്കുന്ന പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീ-മാരിറ്റൽ കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് വേണം. ഡ്രൈവിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലേണേഴ്സ് പഠിച്ചിരിക്കണം. ആദ്യം സൈക്കിൾ ഉരുട്ടി പഠിക്കണം, പിന്നെ കയറി പഠിക്കണം, പിന്നെ ചവിട്ടി പഠിക്കണം, പിന്നെ കയറി ഓടിക്കുന്നേ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ. അതാണ് ഇവിടെ നമുക്ക് ഡിവോഴ്സ് ഇത്രയും കൂടാനുള്ള കാര്യം. പണ്ട് ഇത്രയും ഇൻഡിപെൻഡൻസി ഇല്ലായിരുന്നു. നമ്മളൊരു കേരള കൾച്ചറൊക്കെ അനുസരിച്ച് ഭാര്യ ജോലി ചെയ്യണ്ട, ഇവിടെ ജോലി ചെയ്തുണ്ടാക്കണ്ട. ഇതങ്ങനെയല്ല. ഭാര്യയോട് ജോലി ചെയ്തെങ്കിലേ ജീവിക്കാൻ പറ്റൂ. പണ്ടത്തെ കാലം അല്ലല്ലോ. കാര്യം മൈഗ്രേഷൻ ഉണ്ടായി, സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് വല്ലാതെ കൂടി. പണ്ട് ഒരു പക്ഷേ 1000 രൂപ കൊണ്ട് ജീവിക്കാം, പക്ഷെ ഇപ്പോൾ അത് 1 കോടി ഉണ്ടെങ്കിലും ജീവിക്കാൻ പ്രയാസമുള്ള കാലം. അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പം ജോലി ചെയ്തേ പറ്റൂ. ഇപ്പൊ രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആണ് ഇന്ന്. പണ്ട് ഭർത്താവ് ജോലിക്ക് പോകുന്നു, ഭാര്യ വീട്ടുജോലി നോക്കുന്നു, വീട്ടുകാരെ നോക്കുന്നു. ഇന്ന് അങ്ങനെയല്ല. പക്ഷെ റോൾസ് ഇപ്പോഴും മാറിയിട്ടില്ല. പേട്രിയാർക്കൽ സൊസൈറ്റി ഇപ്പോഴും ഞാൻ തീരുമാനിക്കും കാര്യങ്ങളൊക്കെ. ഈ ജോലിക്ക് വന്ന ഭാര്യ ജോലിയും ചെയ്യണം,
ജോലിക്ക് പോകണം, വീട്ടു ജോലിയും ചെയ്യണം, പിള്ളേരെ നോക്കണം, ഭർത്താവിനെ നോക്കണം. മനസ്സിലായോ? ഇവിടെ ഭർത്താവെന്ന ഞാൻ ജോലിക്ക് പോകുന്നു, വീട്ടിൽ വരുന്നു, ചായ താ എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്നു, പത്രം വായിക്കുന്നു. ഒരു റോളുണ്ടല്ലോ ടിപ്പിക്കൽ ഹസ്ബൻഡ്, ചായ, പത്രം വായിക്കുന്നു, ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഭാര്യ. മെയിൽ ഷോവനിസം എന്നൊക്കെ വേണേൽ പറയാം. പക്ഷെ ഇന്ന് അത് പറ്റില്ല. ആ കാലം മാറ്റിയേ പറ്റൂ. എന്തെന്ന് ചോദിച്ചാൽ അവൾക്ക് 2 കാലും 2 കൈയേ ഉള്ളൂ, എനിക്കും അതേ ഉള്ളൂ. മനസ്സിലായോ? അവൾക്ക് ഞാനെപ്പോഴും പറയും സ്ത്രീകൾക്ക് 10 താഴെയും 10 കൈയും ഉണ്ടെന്നൊക്കെ പറയും, മൾട്ടി ടാസ്കിങ് പീപ്പിൾ. പക്ഷെ എന്നാലും അതല്ലല്ലോ ശരി. അപ്പൊ ഞാനും എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യണം. എന്നെ കൊണ്ട് ഹസ്ബൻഡ് എന്ന നിലയിൽ ഷീ ഈസ് വർക്കിംഗ്, ഐ എം വർക്കിംഗ്. മൈ വർക്ക് പ്രഷർ, ഹർ വർക്ക് പ്രഷർ, ഇറ്റ്സ് ഓൾ സെയിം. അപ്പോൾ അവൾക്കുള്ള അടുക്കളയിലുള്ള വർക്ക് പ്രഷറിന് ഞാനും കുറച്ച് അസിസ്റ്റൻസ് കൊടുക്കണം. കുഞ്ഞുങ്ങളെ നോക്കുന്നതിനുള്ള പ്രഷർ ഒരു കുഞ്ഞിനെ നോക്കുന്ന എളുപ്പമുള്ള കാര്യമാണ്. ബ്രസ്റ്റ് ഫീഡിങ്. അപ്പൊ ചില പറയും അത് വളരെ സിമ്പിൾ കാര്യമല്ലേ. ഇതുപോലെ പെയിൻഫുൾ ആക്ടിവിറ്റി പറയില്ല. സ്ത്രീകളോട് ചോദിച്ചാൽ അവർ പറയും ബ്രസ്റ്റ് ഫീഡിങ്, കാൽസ്യം മുഴുവൻ ചോർന്നു പോവുകയാണ്, ടയർഡ് ആവുകയാണ്. ഇതുപോലെ തന്നെയാണ് മറ്റു പല ആക്ടിവിറ്റീസ് പലതും ഉള്ളത്. ഇതിന് മ്യൂച്വൽ പാർട്ണർഷിപ്പ് വേണം. ഇന്ന് ഇത് ചെയ്യത്തില്ല. ഒരു ഭാഗത്ത് ഈ മെയിൽ പെട്രിയാറ്റിക്കൽ മൈൻഡ് സെറ്റ് ഇപ്പോൾ ഈ കൊച്ചിന് മനസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ കാരണക്കാര് ബേസിക്കലി. ഈ പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ ആണുങ്ങൾ നീ മുറ്റം തൂക്കുന്നു, ഞാൻ പിള്ളേരെ ഒന്നും ചെയ്യാൻ പാടില്ല, അടുക്കളക്കകത്ത് വരും നാളെ എന്ന് കയറി. നിങ്ങളൊരു നായർ സൊസൈറ്റി കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണല്ലോ, നമ്മുടെ സമുദായത്തിൽ നീ ചായ ഇടുന്നോ, ഈ ഒന്ന് നീ എന്റെ അപ്പനൊന്ന് പഠിപ്പിച്ചിട്ട് അമ്മ തന്നെ പറയും വേണമെങ്കിൽ. കാര്യം നമ്മുടെ കുഴപ്പമില്ല, അങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ സെറ്റപ്പ്. എന്റെ മനസ്സിലുണ്ട് അവിടെ എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവളാണ് എന്നൊക്കെയുള്ള ഇതിൽ സ്റ്റീരിയോടിപ്പിക്കൽ തോട്ട്സ് ഇവിടെ ഇങ്ങനെ ഓൾറെഡി ഇംപ്ലാന്റഡ് ആണ്. നല്ല ഭാര്യയാകാൻ പഠിപ്പിക്കും. എന്തൊക്കെ പറയുന്നത്, നീ ഭർത്താവിന് വെച്ച് വിളമ്പി കൊടുക്കണം, വീട് നോക്കണം, വീട് വാരണം, നീ അവൻ പറഞ്ഞ എല്ലാം കേൾക്കണം, പ്രാർത്ഥിക്കണം, കൊച്ചിനെ വളർത്തണം. ഒരു നല്ല ഭർത്താവാകാൻ പഠിപ്പിച്ചുകൂടെ? എന്താ പഠിപ്പിക്കാത്ത? സത്യം പറയാം, എന്റെ വലിയ ഭാരമാണ്. എന്തുകൊണ്ട് നല്ല ഭാര്യ ചമയാൻ പഠിപ്പിക്കാറുണ്ട് അമ്മമാരെല്ലാം. ചേട്ടാ നിങ്ങളുടെ ആ മക്കളെ കൂടെ നല്ല ഭർത്താവാകാൻ പഠിപ്പിക്കുന്നേ. എന്താ നല്ല ഭർത്താവ്? അപ്പൊ സൊസൈറ്റി പറഞ്ഞ എന്താ, കുളിച്ച് കുട്ടപ്പനായി പണമൊക്കെ ഉണ്ടാക്കുന്നു, ശരിയാ, കസേരയിൽ ഇരിക്കുന്നു, കമാൻഡ് ചെയ്യുന്നു, കൊണ്ടുപോകും. ഇതാണൊരു ഇപ്പോൾ ആ പാട്ടിന്റെ പറയാ പൂമകവാദിക്കൽ. എടാ ഭർത്താവിന് കടമയൊന്നുമില്ലേ? ഭൂമകവാദിക്കൽ സ്നേഹം വിടുന്നു, പൂന്തിങ്ങളാവുന്ന ഭാര്യ. നല്ല കാര്യമൊക്കെ തന്നെയാ. അത് കഴിഞ്ഞ് എഴുതണം, വീട്ടിൽ കയറി ഭാര്യ സഹായിക്കുന്ന ഭർത്താവാകുന്നു പൂന്തിങ്ങളോട് മാറ്റി എഴുതണം. അല്ലെങ്കിൽ അവൾ ആ കാലം മാറി. ആ പാട്ട് എഴുതിയ ഇന്നും പാടുന്ന അതാ. എടാ അത് എന്നും എഴുതിയ പാട്ടാ. ശരി, ആ കാലത്ത് പറഞ്ഞ പോലെ ഭാര്യ വീട്ടിൽ തന്നെ ഇരിക്കുക, ഭർത്താവ് കഷ്ടപ്പെട്ട് ജോലി കഴിഞ്ഞ് പാടത്ത് പണിയെടുത്ത് വരുക. ഇന്നത്തെ പോലെ അല്ലല്ലോ, അധ്വാനിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ ഒരു ചിരിയോടെ സ്വീകരിക്കണം. നല്ലതൊക്കെ തന്നെയാ. ഞാൻ കഴിഞ്ഞൊരു കൺസൾട്ടേഷൻ പോയപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പൊ ഈ ഒരു പെങ്കൊച്ച് പറയാം, അച്ഛാ സ്വീകരിക്കാൻ തടസ്സമൊന്നുമില്ല, ഞാനും ഇതിന് ഇരട്ടി ഭാരം കൊണ്ടാണ് വരുന്നത് ഇവിടെ. ഇദ്ദേഹം ടയർഡായിട്ടാ വരുന്നേ, ഒരു ചായ കിട്ടിയാൽ മതി. അപ്പൊ ഭർത്താവ് പറഞ്ഞു, നീ പോയി ചായ ഇട, എനിക്ക് കൊടുത്താ എന്നല്ല പറയണ്ടേ, ബാ നീ ചായ ഇട, ഞാൻ ഗ്ലാസ് കഴിച്ചു വെക്കാം, നീ ചോറ് വിളമ്പ്, ഞാൻ കറി എടുക്കാം, ലെറ്റ് us come together and eat. ഇത് ന്യായമല്ലേ? എന്റെ ചോദ്യം, ലോകത്തിന്റെ മുമ്പിലുള്ള ഒരു ന്യായമല്ലേ ഇത്? അവർക്ക് 2 കൈയേ ഉള്ളൂ, എനിക്ക് 2 കൈയേ ഉള്ളൂ. ഇന്ന് ഇത് ചേരാതെ വരും. ഈ സ്റ്റീരിയോടിപ്പിക്കൽ തോട്ട്സ് രണ്ടുപേരുടെ ഉള്ളിലുണ്ട് കേട്ടോ, പുരുഷന്റെ സ്ത്രീയുടെ ഉള്ളിലുണ്ട്. ഈ തോട്ട്സും പ്രാക്ടിക്കൽ പ്രോബ്ലംസും തമ്മിൽ ചേരത്തില്ല. ഓഫീസിൽ ഇത് പറഞ്ഞാൽ ശരിയാവൂ? എന്റെ ഭർത്താവിന് ചായ ഉണ്ടാക്കാൻ വേണ്ടി താമസിച്ചെന്ന് പറഞ്ഞാൽ ബോസ് എന്ത് പറയും? ഭാര്യയോട് തിരിച്ചു തന്നെയാണ്. ആക്ച്വലി സോഷ്യൽ സിറ്റുവേഷൻ മാറി, കാലം മാറി. സുനിത വില്യംസ് അവിടെ പോയിട്ട് വന്നു, കാലം മാറി. മനസ്സിലായി? ഇപ്പൊ ഞാനൊരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞ ദിവസം. സുനിത വില്യംസ് പോയിട്ട് വന്നപ്പോൾ കേരളക്കാരി ആയിരുന്നെങ്കിൽ പലരും കണ്ടു കാണുമായിരിക്കും. ചോദ്യം ഭർത്താവിനെ നോക്കിയായിരുന്നു, മക്കളെ നോക്കിയായിരുന്നു, ഇവിടെ എന്തൊരു സ്ത്രീയാ, കൊച്ചിനെ ഇട്ടിട്ട് പോയേക്കുക, അവിടെ പോയേക്കുക, ഉത്തരവാദിത്വം. എന്തൊരു ഇടുങ്ങി ചിന്താഗതിയാ മനുഷ്യന്റെ. ഇതിൽ നിന്ന് പുറത്തു വരണം. സോഷ്യൽ സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞു. ഇനിയും എനിക്ക് ഭൂമുഖവാദക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ നീ പ്രതീക്ഷിച്ചു. ഇന്ന് അവള് പൂന്തിങ്കളാവട്ടെ, നീ നാളെ വേറൊരു തിങ്കളാവ്. നാളെ തിരിച്ച് നേരത്തെ വന്നിട്ട് അവള് വരുമ്പോൾ ഒരു ചായയൊക്കെ ഉണ്ടാക്കി ഒരു ചിരിയോടുകൂടെ സ്വീകരിക്കേ. മ്യൂച്വൽ. മറ്റന്നാ ടൈം ടേബിൾ ഒന്നും ഇടണ്ട, ഞാൻ പറഞ്ഞു വന്നത് അങ്ങോട്ട് ഒരു കൺസേൺ മതി. അല്ല, അതൊരു മേജർ ഡിവോഴ്സിന് റീസൺസ് ആണ്. വലിയൊരു റീസൺ. അത് അവര് കാരണമല്ല, അവര് ഫ്രസ്ട്രേറ്റഡാ.
നമുക്ക് 24 മണിക്കൂറേ ഉള്ളൂ, ഈ ശരീരമേ ഉള്ളൂ. ഫ്രസ്ട്രേറ്റഡ്, അവരെ കൊണ്ട് പറ്റത്തില്ല. കുക്കിംഗ് എളുപ്പമുള്ള കാര്യമാണ്. ഒരു ദിവസം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഒരു ചർച്ച ഉണ്ടായപ്പോൾ, ഒരു ഇതുണ്ടായപ്പോൾ ഞാൻ ഓർത്ത് കുക്കിംഗ് അങ്ങ് ചെയ്തേക്കാം. അവൾ കുക്ക് ചെയ്യും, ഞാൻ കൊച്ചുങ്ങളെ ഒരുക്കും, അങ്ങനെയൊക്കെ ആ രീതി. രണ്ടും ചെയ്യും, എന്നാലും ഞാൻ ഓർന്ന് കുക്ക് ചെയ്തേക്കാം. ഞാനൊന്ന് അടുക്കള കയറി, ഒരു ദിവസം 2 ദിവസം കയറി, പിന്നെ മനസ്സിലായത് ഇതങ്ങോട്ട് തീരുന്നില്ല സാധനം. ഐ എം നോട്ട് എ ബാഡ് കുക്ക്, ഐ ക്യാൻ കുക്ക്. ഇതങ്ങോട്ട് തീരുന്നില്ല. ഞാൻ നോക്കോ ഇത്രയും ഐറ്റം അവിടെ 1-2 കറിയൊക്കെ ഉണ്ടാക്കി വെക്കും. ഞാൻ ഒരു കറി ഉണ്ടാക്കാൻ എടുക്കും 1 മണിക്കൂർ, ഫാസ്റ്റ് ആയിട്ട് പോലും. പിന്നെ എനിക്ക് മനസ്സിലായി ഇതെന്നെ കുഴപ്പം. ഞാൻ നൈസ്ലി ഇങ്ങനെ ഒന്ന് സഹായിച്ച ശേഷം ഇങ്ങനെ അങ്ങനെ കാര്യം എന്നെ കൂടെ പറ്റുന്നില്ല. അപ്പൊ മനസ്സിലാക്കി, വാവ്, വാട്ട് എ ഹ്യൂജ് റെസ്പെക്ട്, ലെറ്റ് us റെസ്പെക്ട്. അപ്പൊ പിന്നെ ഒരു കറിക്ക് ഉപ്പ് പറഞ്ഞാൽ എനിക്ക് പരാതിയില്ല, കറി ഒന്ന് കുറഞ്ഞാൽ പരാതി. ഐ നോ ദറ്റ് സ്ട്രഗിൾ. ഒന്ന് അടുക്കളയിൽ കയറണം. വെളിയിൽ നിന്ന് ഉപ്പ് കുറവെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് സോഷ്യൽ സിറ്റുവേഷൻ മാറി, അതനുസരിച്ച് ഇത് മാറേണ്ടിയിരിക്കുന്നു. ഇത് മാറിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിവോഴ്സ് ആവും. അതാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ കാലം മാറിയതനുസരിച്ച്, നീഡ്സ് മാറിയതനുസരിച്ച്, സിറ്റുവേഷൻ മാറിയതനുസരിച്ച്, വാല്യൂസ് മാറിയതനുസരിച്ച്, ടെക്നോളജി മാറിയതനുസരിച്ച്, ഫാമിലി സിസ്റ്റം മാറിയതനുസരിച്ച്, പാരന്റിങ് വാല്യൂസ് മാറിയതനുസരിച്ച്, ഹസ്ബൻഡ് റിലേഷൻഷിപ്പ് വേവ് ലെങ്ത് മാറിയതനുസരിച്ച് ഞാനും മാറണം. ഞാൻ പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തി നിന്നൊരു കാര്യമില്ല, ഞാൻ മാറണം. ഇത് മാറിയാൽ പലതും ഒഴിവാക്കാം. അപ്പോൾ ഒന്ന്, ഇതിന്റെ മെയിൻ റീസൺ ഈ ഇൻഡിപെൻഡൻസ് ഇല്ലാതിരിക്കുക, ഡിപ്പെൻഡൻസ് ഇല്ലാതിരിക്കുക, ഇൻഡിപെൻഡന്റ് ആയി എന്നുള്ളതാണ്. ഇൻഡിപെൻഡന്റ് ആവുന്ന അതിൽ തന്നെ കാര്യമൊന്നും അല്ല. ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ ഞാനീ പറഞ്ഞത് വേറെ വശമുണ്ട്, അവർ ഫൈറ്റ് ചെയ്യും. നീ ഇത് ചായ ഉണ്ടാക്കിയില്ല, നീ ചെയ്യേണ്ടതാണ്, ഞാൻ ചെയ്തില്ല, ഇങ്ങനെയൊക്കെയുള്ള. എന്നാൽ ഇത് ഞാനും നീ ഒന്നിച്ച് ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിൽ ഒരുപോലെ റെസ്പെക്ട് ചെയ്യുന്ന ഒന്ന്. രണ്ടാമത്തെ റീസൺസ് ആണല്ലോ ഈ പറയുന്നുള്ള ഈ ഞാൻ ആദ്യം പറഞ്ഞ സെക്ഷൽ ഓറിയന്റേഷൻസ്. പണ്ട് ഇത് ഉണ്ടായിരുന്നല്ലോ, ഇന്നെന്താണ് ഇത്രയും ഉണ്ടായി വരുന്നത്? പണ്ടൊരു പക്ഷേ ഇത് അറിയുന്നില്ല, ഇതിനെപ്പറ്റിയുള്ള അറിവില്ല, മീഡിയ ഇല്ല. എന്താണ് സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് മനസ്സിലാക്കാൻ പോലും അറിഞ്ഞുകൂടാ. പിന്നെ മീഡിയ ആണ് നമ്മുടെ മൈൻഡിനെ നിയന്ത്രിക്കുന്നത്, മൈൻഡിനെ. അറിയാത്തത് കൊണ്ട് അത് അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ അച്ചായ ദേശക്കാരനാ, അങ്ങനെ അങ്ങ് ദേശക്കാരനാണെന്നങ്ങ് ജീവിച്ചോളൂ, അത്രേ ഉള്ളൂ. പിന്നെ സെക്ഷുവലി അറൗസ് ചെയ്യിക്കുന്ന തോട്ട്സും വിഷൻസും ന്യൂസും മീഡിയാസും സിനിമാസും ഒന്നും വന്നില്ല. ഇതിനെ ഇംബ്യൂ ചെയ്യിക്കുന്ന അല്ല ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്ന ഒന്നുമില്ല. അന്തർജനമായിട്ട് അകത്ത് കിടക്കുക, പുറത്ത് പോകുന്നില്ല. അവരുടെ പ്രയോറിറ്റീസ് വേറെയാണ്. ഇന്ന് കാലം അതിനകത്ത് മാറി. അപ്പൊ അതാണ് വേറൊരു റീസൺ. ഒരു എക്സ്പോഷർ മാറിയത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു കാലമാണ്. പിന്നെ ഡിവോഴ്സിന്റെ വേറൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നത്, എനിക്ക് തോന്നിയെന്നു ചോദിച്ചാൽ ഇൻലോസിന്റെ ഇടപെടൽ. അത് ഈ അമ്മായിമ്മ പോരെന്നൊരു സംഭവം അത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെ സാധനം ഉണ്ടോ ഇല്ലയോ? അത് ഉണ്ട്, എവിടെയാണേലും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സാധനം ഇല്ല. നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുക. അമ്മായിമ്മ പോരടിച്ചിരിക്കണം, പോരടിച്ചില്ലെങ്കിൽ അമ്മായിമ്മ പോരാ എന്നാണ് ഒരു സോഷ്യൽ ഒരു ഗെറ്റപ്പ്. പോരടിച്ചാലേ അമ്മായിമ്മക്ക് വെയിറ്റ്. അങ്ങനെ പറഞ്ഞറിയോ? കണ്ട സീരിയലും സിനിമയും പുസ്തകവും നോവലും ഇതെങ്ങും എഴുതി വെച്ചിട്ടില്ല. ബൈബിളിലുണ്ടോ, ഖുറാനിലുണ്ടോ, ഗീതയിലുണ്ടോ? ഇവിടെങ്ങും പറയുന്നല്ലോ ഇതിനെപ്പറ്റിയൊന്നും. നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും പോരാ. ഇതിങ്ങനെ ഈ ഞാൻ പറയുന്ന സീരിയലാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ പ്രോബ്ലം. ഞാൻ കണ്ടിട്ടേ ഇല്ല, കാണത്തോ ഇല്ല, കാണാത്ത ആളാണ് ഞാൻ. അമ്മായിമ്മ പോരും നാത്തൂൻ പോരും. നാത്തൂൻ പോരാ, അമ്മായിമ്മ പോരാ, പോരോട് പോരാ. പോരുണ്ടെങ്കിൽ ത്രില്ലുള്ളൂ ലൈഫിന് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇത് കൂടെ. എന്നാലും ത്രില്ലുള്ളല്ലോ കാണാൻ. അവര് കാഴ്ചക്കാരെ കൂട്ടാൻ വേണ്ടി ചെയ്യുന്നത്. They're just manipulating our brain. നമ്മുടെ ഒരു ഹോർമോണിന്റെ ഒരു ഇത് കൂട്ടാൻ വേണ്ടി ഒരു ത്രസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. മനസ്സിലായി? എന്നാൽ ഇൻലോസ് ഇടപെടണോ വേണ്ടായോ? ഇടപെടണമെങ്കിൽ എത്ര ഇടപെടണം? ഇത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗിൽ ഞാൻ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. 3rd സെഷൻ എപ്പോഴും പേരൻസിനായിരിക്കും ഒന്നിച്ചായിരിക്കും ഞാൻ ചെയ്യിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറയണം, എന്തൊക്കെ പറഞ്ഞുകൂടാ, എന്തിലൊക്കെ ഇടപെടണം, എന്തിലൊക്കെ ഇടപെട്ട് കൂടാ. എന്റെ അതേ ഒരു കാര്യമായിരുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാനിരുന്നത്. കാരണം ഈ ഇൻലോസോ അല്ലെ പേരൻസോ എന്താണേലും അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് എന്നുള്ള രീതിയിൽ ആ ഒരു ഇൻവോൾവ്മെന്റ് വരുന്നതാണ് ഒരു പ്രോബ്ലമായിട്ട്. അതായത് അതും ഒരു കൗൺസിലിംഗിൽ ഒരു മേജർ ഒരു 10% 20% ആക്ച്വലി. ഇൻവോൾവ്മെന്റ് ഓഫ് ഇൻലോസ് മാത്രമല്ല വരും. ഇൻലോസ് ആണ് മേജർ റീസൺ. ഫ്രണ്ട്സ് ഉണ്ട്, മറ്റ് നെയ്ബേഴ്സ് ഉണ്ട്, കസിൻസ്, ഫ്രണ്ട്സ് ഒക്കെ ഇതിനകത്ത് കാരണം ആക്ച്വലി. അല്ലാതെ അതായത് ഭർത്താവും ഭാര്യയും തമ്മിൽ ഞാൻ എപ്പോഴും പറയും ഒരു ഡയഗ്രാം. അതായത് ഇങ്ങനെ ഒരു ഡയഗ്രാമാണ്. വട്ടം ചുറ്റും വട്ടം. അകത്തെ വട്ടത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രം. അതിന് ചുറ്റുമുള്ള വട്ടത്തിൽ ആരായിരിക്കും? 42nd പ്രയോറിറ്റി വരുൺ പറഞ്ഞാൽ എന്തായിരിക്കും?
പിള്ളേരായിരിക്കും. ഇറ്റ് ഷുഡ് ബി ചിൽഡ്രൻ. യെസ്. തേർഡ് പ്രയോറിറ്റി ആണ് പേരൻസ്. രണ്ട് പേരൻസും. അവിടെയും വ്യത്യാസം വരും. എൻ്റെ പേരൻസ് നിന്റെ പേരൻസ് ഒക്കെ വരും. കാര്യം ഭർത്താവിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്, അപ്പൊ എൻ്റെ പേരൻസിന് കൂടുതൽ പ്രാധാന്യം, നിന്റെ പേരൻസിന് കുറച്ച് പ്രാധാന്യം അവിടെയും വരും. അത് ഇല്ലാതാക്കണം. രണ്ടും ഒരുപോലെ പ്രാധാന്യം. അവളിവിടെ നിൽക്കുന്നു, അവളുടെ പേരൻസിനെ കളഞ്ഞിട്ട് നീ കടപ്പെട്ടവനാണ് അങ്ങോട്ട് പോവാൻ, അവളെയും കൊണ്ടുപോവാൻ, അങ്ങോട്ട് പോവാൻ, അവിടെ നിൽക്കാൻ. ഭാര്യ വീട്ടിൽ പോയി താമസിക്കുന്ന നല്ല കാര്യമാണോ വരും നമ്മുടെ കൾച്ചറിൽ? അത് ഡിപ്പെൻസ് ഓൺ. ഒരു ചൊല്ലുണ്ടോ, അച്ചി വീട്ടിൽ പോയി അവൻ കിടക്കുക അല്ലെ, ഭാര്യ വീട്ടിൽ. ഇതെല്ലാം സോഷ്യൽ കൺസ്ട്രക്ട് ആണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഭാര്യ വീട്ടിൽ പോയി കിടക്കത്തില്ല, ഭാര്യ വീട്ടിൽ പോകത്തില്ല. പോയാലും തിരിച്ചു വരും. അവർക്കും വേണ്ടേ അവരുടെ മകളെ, അവരുടെ മകനെ അടുത്ത് വേണ്ടേ, കിട്ടണ്ടേ, ഒരു യാത്ര പോകണ്ടേ അവരുടെ കൂടെ, അവരെയും കൊണ്ടൊന്ന് പുറത്തു പോകണ്ടേ, അവർക്കും വേണ്ടേ ഇതൊക്കെ. ഒരു കൊച്ചിനെ വളർന്ന് എന്തോ ഒരു കൊച്ചിനെ വളർത്തി വലുതാക്കി, കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അതിനെ കെട്ടിച്ചു വിട്ടു, അതോട് കഴിയുകയാണോ? അപ്പൊ ഇപ്പുറത്തെ പേരൻസ് പറയും, നീ കെട്ടിച്ച് ഇങ്ങോട്ട് വന്നോ, നീ ഇവിടെ വന്നാൽ മതി, നിന്റെ സാലറി മുഴുവൻ എവിടെ തരണം, നീ ഇവിടുത്തെ ആയിരിക്കണം, നീ കഴിഞ്ഞു, നീ നീ ഇവിടുത്തെ അടിമയാ, നീ ഞാൻ പറയുന്ന പോലെ ഉള്ളൂ, ഞാൻ പറയുന്ന പോലെ ഉള്ളൂ, എന്റെ അപ്പം പറയുന്ന പോലെ ഉള്ളൂ, എന്റെ അമ്മ പറയുന്ന പോലെ ഉള്ളൂ. എത്ര കെട്ടുപാടാ. ഇതാരെ കെട്ടോടെ ഉണ്ടാക്കുന്നത്? ഇങ്ങനെ ഒത്തിരി ഫാമിലീസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇൻലോസിന്റെ ഇടപെടൽ. അപ്പൊ ഇൻലോസ് എത്ര ഇടപെടണം, എന്ത് വാക്കുകളൊക്കെ പറയണം. ലോട്ട് ഓഫ് ചോയ്സ് ഓഫ് ഡിക്ഷൻ. ചില വാക്കുകൾ പറയാൻ പറ്റാത്തതുണ്ട്, ഡിസ്കഷൻ നടത്താൻ പാടില്ലാത്ത, ഡിസ്കഷൻ വന്നാൽ പോലും അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ പേരൻസിനും ട്രെയിനിങ് കൊടുക്കണം. ഇവരൊന്നും അറിഞ്ഞുകൂടാതെ ഇതൊക്കെ പറയുന്നത് ഇവരുടെ കുറ്റമല്ല, അമ്മായിമ്മമാരുടെ മോശമൊന്നുമല്ല, അവരുടെ പിടി പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനാ. ഇത്ര നാളെ ഞാൻ അതൊക്കെ നിയന്ത്രിച്ചോണ്ടിരുന്നേ, പണം മുഴുവൻ എന്റെ കൊണ്ട് തന്നവൻ, അപ്പാണ് അവൻ കൊണ്ടുപോയി, അവള് കൊണ്ടുപോയി, എന്റെ പൊന്നുമോൻ അവൾ അടിച്ചുകൊണ്ട് പോയി. ഇത് ബേസിക്കലി ഉണ്ടായി വരുന്ന ഒരു ഫ്രസ്ട്രേഷനാ. ദാറ്റ് ഇസ് ബയോളജിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ. പക്ഷെ ഈ അമ്മയെ അപ്പനെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതിന്റെ റീസൺ, എന്തുകൊണ്ട് അവൻ അവളോട്. ഞാൻ ചോദിക്കാറുണ്ട്, അമ്മ ഇപ്പോൾ ഈ അമ്മയും മക്കളും കൗൺസിലിംഗ് വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ അമ്മയ്ക്ക് അല്ലെ അപ്പന് നിങ്ങളുടെ ഭർത്താവിനെ ഭാര്യയോ അല്ലെ അപ്പനെ അമ്മയോ ചൂസ് ചെയ്യണം എന്നൊരു ഓപ്ഷൻ വന്നു, വേറെ വഴിയൊന്നുമില്ല, ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെ എൻ്റെ അപ്പൻ അല്ലെ എൻ്റെ അമ്മ, നിങ്ങൾ ആരെ ചൂസ് ചെയ്യും? ഞാൻ ചോദിച്ചു. ഇതുവരെ എൻ്റെ സെഷൻസിൽ ആരും അപ്പൻ അമ്മ എന്ന് പറഞ്ഞിട്ടില്ല. അതെന്നൊരു കൗണ്ടർ ആർഗ്യുമെന്റ് ആയിരുന്നു. ഞാൻ ചോദിച്ചു, അത്രേ പാടുള്ളൂ ഇവിടെ, ഇവർ നാളെ മുതൽ ഭാര്യയും ഭർത്താവുമാണ്, നാളെ ഇവർ അമ്മനെ അപ്പയും ചൂസ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചൂസ് ചെയ്യിപ്പിക്കാനും പാടില്ല, നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞേ ചൂസ് ചെയ്യത്തില്ലത്. കാര്യം ഈ പാർട്ട്ണർ എന്ന വ്യക്തി മാത്രമേ ഉള്ളൂ കൂടെ ഉണ്ടാവുന്ന മരണത്തോളം. വരുണിന്റെ വൈഫിനെ പറ്റത്തുള്ളൂ. പേരൻസിനൊക്കെ സ്നേഹിക്കണ്ടെന്നല്ല പറഞ്ഞു, സ്നേഹിക്കണം, കൂടെ നിൽക്കാൻ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം, എല്ലാം ചെയ്യണം, അവർ കഴിഞ്ഞു മതിയെല്ലാം. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ജീവിത അന്ത്യത്തോളം എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയ എൻ്റെ പാർട്ട്ണർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതനുസരിച്ച് ഇവരെ മാനേജ് ചെയ്യണം. അപ്പൊ ഇത് പറയാൻ വളരെ എളുപ്പമാണ്. ചില കുടുംബങ്ങളിൽ ചില ഭർത്താക്കന്മാരെയും കണ്ടോണ്ടേ ഭാര്യ അമ്മയും മാനേജ് ചെയ്യാൻ പെടുന്ന പാട് അവൻ അറിയാത്തോണ്ടാ. പക്ഷെ അവന് ഞങ്ങളെപ്പോൾ ആളുകൾ ട്രെയിനിങ് എടുക്കാൻ പറയണം. യു ഗോ ടേക്ക് എ ട്രെയിനിങ്. അപ്പം വി വിൽ ടീച്ച് ഹിം ഹൗ ടു മാനേജ് ഇൻ ലോ, ഹൗ ടു മാനേജ് മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, ആരെയും പിണക്കാതെ. കാരണം എല്ലാവർക്കും എല്ലാം വേണം, അവർക്ക് സ്നേഹം വേണം, അവരുടെ കുറ്റമല്ല. ആ അമ്മയ്ക്ക് മോൻ നഷ്ടപ്പെട്ടു പോയി തോന്നരുത്, ഇവൾ അങ്ങനെ ആക്ട് ചെയ്യരുത്. മനസ്സിലായോ? തിരിച്ച് അവളുടെ അമ്മയ്ക്ക് അപ്പയ്ക്ക് എന്റെ മോളെ ഇവനെ കൊണ്ടുപോയി തോന്നരുത്. ഇതിനൊക്കെ വഴിയുണ്ട്. ഇടയ്ക്ക് ടൂർ പോകുന്നത്, ഫാമിലി ട്രിപ്പ് പോകുന്നത്, ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത്, ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നത്, ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത്, ഡിന്നറിനെ പുറത്ത് കൊണ്ടുപോകുന്നത്, സ്നേഹിക്കുന്ന ആവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നത്, ഒരു രോഗം വന്നാൽ ലീവ് എടുത്തു പോയി അവർ നോക്കുന്നത്, രണ്ട് വീടും പരിസരവും എന്റെ സ്വന്തം എന്ന രീതി ഉപയോഗിക്കുന്നത്, എടുക്കുന്നത്, കസിൻസിനൊക്കെ ചേർത്ത് പിടിക്കുന്നത്, പല വഴിയുണ്ട് ആക്ച്വലി. ഇത് ചെയ്യാതാവുമ്പോൾ മാത്രമാണ്, അതാണ് ഇൻലോസിന്റെ ഒരു പ്രോബ്ലമായിട്ട്. ഇത് വലിയ പ്രോബ്ലമാണ്. അത് ഞാൻ ആരും കുറ്റം പറയില്ല. ഇൻലോസിന് ഇൻസെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. എന്റെ സ്പേസ് പോയല്ലോ, എന്റെ പവർ പോയല്ലോ എന്നാൽ ഈ പറഞ്ഞ ഇൻലോസും പണ്ടിട്ട് ചെയ്തത് അത് വേറെ കാര്യം, അതവർ ഓർക്കത്തോ ഇല്ല. എന്നാൽ എഡ്യൂക്കേഷൻ ആണ് ബേസിക്കലി ഫാമിലി സൈക്കോ എഡ്യൂക്കേഷൻ. അതാണ് ഇതിനകത്തൊരു പോം വഴി. ഒരു തടയിടാൻ പറ്റും കുറെയൊക്കെ കാര്യങ്ങളൊക്കെ. കാര്യം ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സ് ഇങ്ങനെ കാണാത്ത കാര്യങ്ങളെ കാണാൻ പഠിക്കും. ഇങ്ങനെ കാണാമല്ലോ, ഇങ്ങനെ കാണാം. അപ്പൊ വരുൺ തോന്നിയിട്ടില്ലേ, ഒരു ഫ്രണ്ട് ഒരു നല്ലൊരു കമന്റ് പറഞ്ഞു, നല്ല ഷർട്ടും പാന്റും ആണല്ലോ വരുൺ, നൈസ്, ഇങ്ങനെ മനസ്സിൽ കിടക്കും, ശരിയാണോ, കൊള്ളാമല്ലോ. ഇതാണ് വാക്കുകളുടെ ശക്തി. വാക്കുകളുടെ ശക്തി ഇത് കിടക്കും മനസ്സിൽ. അദ്ദേഹം പറഞ്ഞതല്ലേ, ഇതിങ്ങനെ കിടന്ന് ആക്ട് ചെയ്യും. അത് ഇല്ലോസിന്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. അത്
മാനേജ് ചെയ്യേണ്ട പോലെ മാനേജ് ചെയ്യണം. താങ്ക് യു. സോ ബേസിക്കലി നമ്മൾ ഫാമിലി ലൈഫ്, പേരൻസ് ഇൻവോൾവ്മെന്റ്, കിഡ്സ് പിള്ളേരുടെ സെഷൻ എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സെഷനായി മാറും. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നുള്ള ഒരു സെഷൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു. ഇപ്പൊ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വൈ ഇസ് എ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നീഡഡ്, പിന്നെ നമ്മളിപ്പോ ഇസ് ദർ എ റൈറ്റ് ടൈം ടു ഗെറ്റ് മാരിഡ്, അതൊരു ക്വസ്റ്റ്യൻ, ലൈക്ക് അങ്ങനത്തെ ഒരു ചോദ്യമാണ്. അത് വാട്ട് ഈസ് ദ റൈറ്റ് ടൈം ടു ഗെറ്റ് മാരിഡ്, ഓർ വെൻ ഡു യു ഫീൽ, ഇപ്പോഴത്തെ ഇതിലെന്താ വെച്ചാൽ പിള്ളേർക്ക് ഫീൽ ചെയ്യുമ്പോഴല്ല അവർ കല്യാണം കഴിക്കുന്നത്. അവരൊരു ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ ഒരു 20 കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ തുടങ്ങും, അയ്യോ അവളുടെ കല്യാണം ആയില്ല എന്ന് പറഞ്ഞപ്പം പയ്യനാണ് ഒരു ജോലി കിട്ടിയ ഉടനെ, ജോലി കിട്ടാത്തടം വരെ ആള് സേഫാണ്, ജോലി കിട്ടിയ ഉടനെ അടുത്ത കല്യാണം എന്നുള്ളത്. അപ്പം ഈ ഒരു പ്രീ മാരിറ്റൽ സെഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് തന്നെ അതിനുള്ള ഒരു ചൂസ് ചെയ്യാനുള്ള ഇതുണ്ട്. ആ ഒരു ഇതിന്റെ ബേസിസിലാണ് ഈ പ്രീ മാരിറ്റൽ. കാരണം യു ടോൾഡ് ആയിട്ട് സെക്സ് ഓറിയന്റഡ് മാത്രമല്ല ഒരു ബാക്കി കാര്യങ്ങൾ. സോ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയാം. വിവാഹം അതിൻ്റെ കോൺസെപ്റ്റ് വല്ലാതെ മാറിക്കഴിഞ്ഞു. അപ്പോൾ വരുൺ ഇപ്പോൾ പറഞ്ഞു നമ്മളുടെ ഒരു 80s കിഡ്സിന്റെ ഒരു താല്പര്യമാണ് കല്യാണം കഴിക്കണം. ഇന്ന് കല്യാണം കഴിക്കണം എന്നൊരു നീഡല്ല ഇന്ന് കാലത്ത് ഇന്നത്തെ തലമുറയ്ക്ക്. എല്ലാവരും ഞാൻ ജനറലൈസ് ചെയ്യല്ല ചെയ്യുന്നത്. കല്യാണം കഴിച്ചില്ലെങ്കിലും ഓക്കെ, കല്യാണത്തിൽ കൂടെ കിട്ടുന്ന എല്ലാം അവർക്ക് അവൈലബിളാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കുരുക്ക് എന്നങ്ങ് പറയും ചിലർ. കല്യാണത്തിൽ കൂടെ കിട്ടുന്ന അത് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഇൻഷുറൻസ് സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഹെൽത്ത് സെക്യൂരിറ്റി ആയിക്കോട്ടെ, കല്യാണത്തിൽ കൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സെക്യൂരിറ്റി, ബേസിക്കലി ഒരു ഉറപ്പ്, എൻ്റെ കൂടെ ഒരാളുണ്ട്. ഇന്ന് അതൊന്നും പ്രയാസമില്ല. ഇന്ന് ആരെ എവിടെ വേണമെങ്കിലും എന്തിനും കിട്ടും, ഏത് ടൈപ്പ് എന്തിനും കിട്ടും. അപ്പോൾ ഒന്ന്, ഈ വിവാഹത്തെ പറ്റിയുള്ള കോൺസെപ്റ്റേ മാറിക്കഴിഞ്ഞു. എല്ലാവർക്കും അല്ല, ഞാൻ ജനറലൈസ് ചെയ്യല്ല, ജനറലി. അതുകൊണ്ടാണ് ലേറ്റ് മാരേജസ് വരുന്നത്. ഇന്ന് നിങ്ങൾ ഈ കല്യാണത്തിന്റെ പരസ്യങ്ങൾ എടുത്തു നോക്കി, ഈ M4 മാട്രിമോണി ഒക്കെ എടുത്തു നോക്കി, കല്യാണത്തിന്റെ പ്രപ്പോസൽ ഇടുന്നത് തന്നെ 28-30 വയസ്സിലാണ്. പെൺകുട്ടികളെല്ലാം 32-35 വയസ്സുള്ളവരാണ്. ആൺകുട്ടികൾ 40 വയസ്സുള്ളവർ ഇവിടെ കിടക്കുന്നു, 20. എന്നാൽ എല്ലാവരും അല്ല പറയുന്നത്. എന്നാൽ ലേറ്റ് മാരേജ് ഒത്തിരി വരുന്നുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഈ ലേറ്റ് മാരേജിന്റെ കാരണം ഒന്ന്, ഇവരിങ്ങനെ സെറ്റ് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പണ്ടെന്താ, അപ്പനും അമ്മയും കാശ് സമ്പാദിച്ച് കെട്ടിച്ച് വിട്ടു. പിന്നെ ഇന്ന് അങ്ങനെ അല്ല, സ്വന്തം കാലിൽ നിന്ന് കാശുണ്ടാക്കി ജീവിക്കണം എന്നൊക്കെയാണ്. നല്ല തന്നെയാണ്, എനിക്ക് എതിർപ്പൊന്നും പറയാനില്ല. പ്രൊഫഷൻ ഭർത്താവിന് ഡിപ്പെൻഡ് ആവല്ലോ ഭാര്യ. തിരിച്ചും അങ്ങനെ ആവാൻ പാടില്ല, ഒരു ഇൻഡിപെൻഡൻസ് ഒക്കെ വേണം. പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് അല്ല. I am dependent on him and she is dependent on me. അതാണ് മാരേജിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. We are not two different entities. Of course we are biologically different two entities, പക്ഷേ we coming to be together. അതൊരു ഫെലോഷിപ്പാണ്, അതൊരു കൂട്ടായ്മയാണ്, അതുകൊണ്ട് ഹെവൻ എന്നൊക്കെ വിളിക്കുന്നത്. ഒന്ന്, ലേറ്റ് മാരേജസ്, അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ പ്രീ മാരിറ്റൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ, ഒന്ന്, ഇവർക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ട് കല്യാണം കഴിക്കണം. ഞാൻ പണ്ട് എല്ലാവരും കല്യാണം കഴിക്കണം എന്ന് പറയുന്ന ആളായിരുന്നു. ഒരുപക്ഷെ കൗൺസിലിംഗ് പഠിച്ച ശേഷമാണ് എല്ലാവരും കല്യാണം കഴിക്കേണ്ടാത്ത ആളാണ് എന്ന് ഞാൻ പറയുന്നത്. പീപ്പിൾ ഹാവ് റീസൺസ് ഫോർ നോട്ട് ടു ഗെറ്റ് മാരീഡ്. അത് സെക്ഷൽ ആവാം, ഇമോഷണൽ ആവാം, മൈൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആവാം, പലതും ആവാം. അവരെ നിർബന്ധിച്ച് കെട്ടിക്കരുത്. നിർബന്ധിച്ച് കെട്ടിച്ച് പലരുടെ അബദ്ധങ്ങൾ എനിക്കറിയാം. അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റൂല. പിന്നെ സഫർ ചെയ്ത് ഉരുകിത്തീരും. എന്തിനു ഉരുകിത്തീരുന്നത് എങ്ങനെ? അതാണ് ഒരു ഇത്. രണ്ട്, ഈ ലേറ്റ് മാരേജ് പറഞ്ഞെന്താ ചോദിച്ചു. ഒന്ന്, എഡ്യൂക്കേഷന് പുറകെ പോകുന്നു. എന്നെ ഒരു പിതാവ് വിളിച്ചു, അച്ഛാ മോൾക്ക് ഒരു കല്യാണം ആലോചിക്കാൻ. അച്ഛൻ്റെ ഒരാളാണ് PhD കഴിഞ്ഞു, ഷീസ് 37 years old. ഇങ്ങനെ ഒരാൾ സെക്കൻഡ് മാരേജ് ഒരു പയ്യനെ ആലോചിക്കുക. അച്ഛൻ എന്താ അഭിപ്രായം? പിന്നെ ചോദിച്ചു, ഗുഡ്, ഓൺലി ഹാവ് ഇറ്റ്. അപ്പോൾ ഈ 37 years വയസ്സുള്ള പെൺകുട്ടി കല്യാണം കഴിച്ചു എന്ന് വെച്ചു. 37 years ഉള്ള പെൺകുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞു, 1 വർഷം ജീവിച്ചു. ഈ കുട്ടി ഒരു പ്രഗ്നന്റ് ആവണമെന്ന് ഒന്ന് ആലോചിച്ചു. അങ്ങനെ ആയിരുന്നു ആഗ്രഹിച്ചെന്ന് വെച്ചു. ഒരു പക്ഷെ റെഡി ആവാൻ വഴിയില്ല. ആഗ്രഹിച്ചാൽ തന്നെ ഒരു പ്രഗ്നന്റ് ആവണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 35, 36, 37 പ്രഗ്നൻസി റിസ്ക് ആണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ആഫ്റ്റർ 40s എന്തായാലും റിസ്ക് ആണ്. ഒരു സെക്കൻഡ് ബേബിയെ ചോദിക്കുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ഒരു വയ്യാത്ത കുഞ്ഞുണ്ടാകും, അല്ലെ അമ്മയ്ക്ക് പ്രോബ്ലം ഉണ്ട്. അമ്മയെ സേവ് ചെയ്യാൻ പലപ്പോഴും പല വഴിയുണ്ട് ഇന്ന് കാലത്ത്. ഓപ്പറേഷൻ പോലെ പല വഴിയുണ്ട് അമ്മയെ സേവ് ചെയ്യാൻ. പക്ഷേ ഒരു വയ്യാത്ത കുഞ്ഞുണ്ടാവുന്നു, അതിന്റെ കാരണങ്ങൾ പലതാണ്, അല്ലെങ്കിൽ പ്രോബ്ലംസ് പലതും ഉണ്ടാവുന്നു.
ഇതാണ് ലേറ്റ് മാരേജിന്റെ ഇഷ്യൂ. യു നോ ദ ബയോളജിക്കൽ പാർട്ട് ഓഫ് ഇറ്റ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഗവൺമെന്റ് ഇത്രയും താത്ത് വെച്ചിരിക്കുന്ന ഏജ് 18-20 വെച്ചേക്കുന്നത്. അത്രയും നേരത്തെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി കിട്ടി, അതിപ്പോൾ പലതും ഉണ്ട്. ഇപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചോളം 28-30 ആയിട്ടേ സെറ്റ് ആവത്തുള്ളൂ, ഐ നോ. പക്ഷെ വെൻ യു ആർ സെറ്റിൽഡ്, വെൻ യു ഗോട്ട് എ ജോബ്, വെൻ യു ആർ ഇൻഡിപെൻഡന്റ്, വെൻ യു ആർ ഓക്കെ, വെൻ യു ഹാവ് സം തിങ്സ് വിത്ത് യു, സം മണി വിത്ത് യു, വെൻ യു ആർ ഇൻഡിപെൻഡന്റ്, ഒരു 24, 25, 26, നത്തിങ് മോർ ദാൻ 27, 28. ദാറ്റ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. പയ്യനെ സംബന്ധിച്ചും അത് തന്നെയാണ്. പുരുഷനെ സംബന്ധിച്ചും ഇറ്റ് കുഡ് ബി ഫ്രം 26, 27 ഓർ 30, 31, അതൊക്കെ മാക്സിമം ആണ്. അത് കഴിഞ്ഞ് കെട്ടാൻ പാടില്ല എന്നല്ല. നമ്മുടെ ബോഡിക്ക് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. യുനോ ദ ബോഡി, എൻ്റെ ബോഡി, യു നോ ദാറ്റ് ഇറ്റ്സ് എ ട്രയാങ്കുലർ, യു നോ ദാറ്റ് ആക്ച്വലി. ഒരു 35 കഴിയുമ്പോൾ ഡിക്ലൈനിങ് ആണ്. അത് 30 ആവാം, ചിലക്ക് 38 ആവാം. പക്ഷെ എന്തായാലും ബിറ്റ്വീൻ 30-35 ഈസ് യുവർ യൂത്ത്ഹുഡ്, ദെൻ ഇറ്റ്സ് ഡിക്ലൈനിങ് അല്ലേ? അത് കഴിയുമ്പോൾ കൊളസ്ട്രോൾ, ഷുഗർ, ഈ കൊളസ്ട്രോൾ, ഷുഗർ എന്നൊക്കെ പറയുമ്പോൾ ശരീരത്തിന് എല്ലാ ഭാഗത്തും ബാധിക്കും. അത് നിങ്ങളുടെ സെക്ഷുവാലിറ്റിയെ ബാധിക്കും, നിങ്ങളുടെ ഡിസയറിനെ ബാധിക്കും, നിങ്ങളുടെ എല്ലാത്തിനും ബാധിക്കും. നല്ല പ്രായം എന്ന് പറഞ്ഞ് ബൈബിളിൽ വാക്യമുണ്ട്, യൗവനത്തിൽ മക്കളെ കൊണ്ട് തന്റെ ആവുനാഴി നിൽക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യൗവനത്തിൽ യൂത്ത്ഹുഡ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വിചാരം താടി നരപ്പിച്ച അവിടെ യൂത്ത്ഹുഡ് ആണ്, ഒന്നുമല്ല. ഞാനൊക്കെ പ്രായമായ ആളാണ്. ദാറ്റ് ഈസ് ഫ്രം യുവർ എക്സൈറ്റ്മെന്റ്, ഫ്രം 18 to 30 മാക്സിമം. അതാണ് ഇതിനിടയ്ക്ക് ഒന്ന് ഇതറിയാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇത് ലേറ്റ് മാരേജ് ആണോ? ഒന്നാമത്തെ കാര്യം ലേറ്റ് മാരേജ്. 2, നമ്മൾ പഠിപ്പിക്കുന്ന ഇതാ, യു ഹാവ് ടു ബി ഇൻഡിപെൻഡന്റ്. നല്ല കാര്യം തന്നെ ആക്ച്വലി, ഇൻഡിപെൻഡന്റ് ആവട്ടെ. അതിന് പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതൊരു ഇങ്ങനെ എൻ്റെ പുറകെ പോകുന്നുണ്ട്. പഠിക്കേണ്ടെന്ന് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിക്കേണ്ടെന്നല്ല. പക്ഷേ അതിനകത്ത് ബാലൻസ് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ പ്രീ മാരിറ്റൽ, എന്നോട് ചോദിച്ചത് എന്തുകൊണ്ട് പ്രീ മാരിറ്റൽ ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല ചോദിച്ചത്. ഓക്കെ, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്തിന് ഇമ്പോർട്ടൻറ്റ് ചോദിച്ചാൽ അറിയണം ഇവർ ഇതെന്താണ് സംഭവം, എങ്ങനെ ഒരുങ്ങണം, എന്തൊക്കെയാണ് എന്നുള്ളത് അറിയണം. അതാണ് അതിനുള്ള ട്രെയിനിങ് ഇങ്ങും കിട്ടുന്നില്ല. സ്കൂൾ കൊടുക്കുന്നുണ്ടോ? ഫാമിലി ഓറിയന്റേഷൻ ക്ലാസ് സ്കൂളിൽ കൊടുക്കുന്നുണ്ടോ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ സുവോളജി ടീച്ചർ റീപ്രൊഡക്ഷൻ സിസ്റ്റം പഠിപ്പിച്ചപ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ടീച്ചർ അന്ന് സ്കിപ്പ് ചെയ്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഐ ഡോണ്ട് നോ അബൌട്ട് യു. അറിഞ്ഞുകൂടാ, ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറച്ചൊക്കെ അറിയായിരിക്കും, അറിഞ്ഞുകൂടായിരുന്നു. പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ എവിടെ കിട്ടും? വീട്ടിൽ കിട്ടുമോ? പിന്നെ ഞാൻ പോകുന്ന പള്ളി ചെയ്യാറുണ്ട്, തുറന്ന് പറയാറുണ്ട്, കൗൺസിലിംഗ് സെഷനിൽ പോകുന്നിടത്തൊക്കെ പറയാറുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ, അഡോളസൻസ് കൗൺസിലിംഗ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ അവർക്ക് അറിഞ്ഞുകൂടാ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദർ ബോഡി. ഇതൊക്കെ ഉണ്ട്, മീഡിയ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് മൊബൈൽ ആക്സസിബിൾ ഒന്നും അല്ല ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഞാനൊരു സ്കൂൾ കൗൺസിലിംഗ് പോയപ്പോൾ എനിക്ക് കിട്ടിയ ചോദ്യമൊക്കെ വന്ന ചോദ്യമൊക്കെ കണ്ട് അതിശയിച്ചു പോകും. സംതിങ് ഹാപ്പനിങ് ഇൻ മൈ ബോഡി, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്, വൈ ദിസ് ഇസ്. അപ്പൊ അവർ പറയണം, ദിസ് ഇസ് എ ബയോളജിക്കൽ പ്രോസസ്, ഡോണ്ട് വറി. സം പീപ്പിൾ ആർ അഫ്രൈഡ് ഓഫ് ഇറ്റ്, സം ആർ സൈക്കോളജിക്കൽ ഡിപ്രസ്ഡ്, എന്തൊക്കെയോ ഞാൻ സംഭവിക്കുന്നു. ഒന്ന്, ഫാമിലി സിസ്റ്റം എഡ്യൂക്കേഷൻ ഉണ്ടാവണം. ഇത് അപ്പനും അമ്മയ്ക്കും പറയാൻ പറ്റത്തില്ല, പറഞ്ഞു കൊടുക്കണം എന്നൊക്കെയാ, എന്നാൽ പറ്റത്തില്ല, കഴിവതും അത് ഉണ്ടാവണം. അത് ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാവണം, സഭാ തലത്തിൽ ഉണ്ടാവണം, സമുദായ തലത്തിൽ ഉണ്ടാവണം, സ്കൂളുകളിൽ ഉണ്ടാവണം സെക്സ് എഡ്യൂക്കേഷൻ. അല്ലെങ്കിൽ ഫാമിലി ഓറിയന്റേഷൻ. ഹൗ ഡു യു എക്സ്പെക്ട് എ പേഴ്സൺ വിത്തൗട്ട് ഓറിയന്റേഷൻ ഡു എ ജോബ്? യു ആർ എ ബിസിനസ് മാൻ ഓർ എ ട്രേഡർ, വാട്ട് എവർ ഈസ് ഇറ്റ്, വാട്ട് ഓൾ യു ആർ. എന്തോരം ട്രെയിനിങ്ങിന് ശേഷം യു ആർ ഡൂയിങ് എ ജോബ്. ഹൗ ഡു യു എക്സ്പെക്ട് എ പേഴ്സൺ ഡൂയിങ് എ ഹൈലി റെസ്പോൺസിബിൾ ജോബ്, ബീങ് എ ഹസ്ബൻഡ്, സൺ, ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇതൊന്നും അറിയാതെയാണ് നീ പഠിക്കാൻ. വി എക്സ്പെക്ട് ദാറ്റ് യു ഷുഡ് സ്റ്റഡി. നോ ബുക്സ് ഗിവൻ, നോ ക്ലാസ്സസ് ഗിവൻ. നീ പഠിച്ചോണം, നീ കെട്ടിക്കോണം, നീ ജീവിച്ചോണം. അരേ, ഹൂ വിൽ ടീച്ച് മീ? ഇത് ഈ ഓറിയന്റേഷൻ ഉണ്ടാവണം ഇതിന് വേണ്ടിയുള്ളത്. ഈ ഓറിയന്റേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് മാറിപ്പോകുന്നതും. ഫാമിലി വേണം എന്നുള്ളത് മാറിപ്പോകുന്നതും ഓറിയന്റേഷൻ. ഞാൻ പിന്നെ പറഞ്ഞല്ലോ, മറ്റ് കാലത്തെ പോലെ അല്ല. ഇന്ന് കുറച്ചുകൂടെ മീഡിയ എക്സ്പോഷർ ഉള്ളതുകൊണ്ടാണ്. ഇപ്പം ഐ എം നോട്ട് ജസ്റ്റിഫൈങ് ഗേ, ലെസ്ബിയൻ, ഓൾ ദോസ് തിങ്സ്. ഓറിയന്റേഷൻ പ്രോബ്ലംസ്, ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ചൈൽഡ് മൊളസ്റ്റിംഗ് ഒക്കെ വളരെ കൂടുതലായി കാലത്ത്. ചൈൽഡ് ഒത്തിരി ക്ലയൻസ് ഒക്കെ അടുത്ത് വരുമ്പോൾ തപ്പി ചെല്ലുമ്പോൾ അവർ പ്രോബ്ലം മുഴുവൻ മിക്കവാറും ചൈൽഡ് അബ്യൂസ് ആയിരിക്കും. എന്നെ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു വരുമ്പോൾ. എൻ്റെ അടുത്തൊരു ക്ലയന്റ് വന്നു, ഒരു കോളേജ് സ്റ്റുഡൻ്റാ. അവനെ കോളേജ് ഫൺ ആയിട്ടായിരിക്കാം ഒരു ഫ്രണ്ട് ഇങ്ങനെ സെക്ഷലി പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവൻ കരുതിയ പോലൊന്നുമില്ല.
അവനൊരു ഡൗട്ടാണ്, am I disoriented? ഞാൻ പറഞ്ഞു no, it's not. This is not a disorientation. It's part of maybe the fun or part of the ecstasy, part of the the male group. That's it. ഇതൊന്നുമില്ല. അപ്പോൾ he's coming out of it. അവന്റെ ഗിൽറ്റ് മാറി വന്നു. ഇങ്ങനെയുള്ള പല കേസസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി വേണ്ടത് people ask Google. Google cannot give you right answer. ഇപ്പൊ ChatGPT ഒക്കെ ഉണ്ട്, they give you better answers, but still education is much needed. Late marriage ഒരു പ്രോബ്ലം, അതിനെ അറിയാം, എപ്പോൾ കെട്ടണം, എന്തിനു കെട്ടണം, എന്തുകൊണ്ട് കെട്ടണം, ഏത് സമയത്ത് കെട്ടണം എന്നൊക്കെ അറിഞ്ഞുകൂടാ. രണ്ടുപേർക്കും ബേസിക്കലി അറിഞ്ഞുകൂടാ. കെട്ടിക്കഴിഞ്ഞു എന്താ ചെയ്യേണ്ടത്, ഇതൊരു ലോങ് പ്രോസസ്സ്. ഫാമിലി എഡ്യൂക്കേഷൻ വലിയ പ്രോസസ്സ്. ഇത് പച്ചയായിട്ട് പറഞ്ഞ് പഠിപ്പിക്കണം. വെറുതെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ മാത്രം പോരാ, മേ ബി ഒരു പക്ഷേ എഴുതി പഠിപ്പിക്കണം, റിപ്പീറ്റ് ചെയ്യണം. ഇങ്ങനെ രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകണം. സോ ഇറ്റ്സ് എ ലോങ് പ്രോസസ്. സോ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഞാൻ പറയുന്നില്ല, പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ ഇസ് നീഡഡ്. ദാറ്റ് ക്യാൻ ബി സ്റ്റാർട്ടഡ് ഇൻ സ്കൂൾ. ഫാമിലിക്ക് പ്രയാസമാണെങ്കിൽ ചേർച്ചസ്, പീപ്പിൾ ലൈക്ക് അച്ഛൻസ്. ഈ ഞങ്ങൾ അച്ഛന്മാര് മിക്കവരും കൗൺസിലേഴ്സ് ആണ്. ബിക്കോസ് ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന 4 വർഷവും വി ഹാവ് കൗൺസിലിംഗ് പേപ്പേഴ്സ്. ഓൾ പാസ്റ്റേഴ്സ് ആർ ബേസിക്കലി, ഐ ഡോണ്ട് സേ ഗുഡ് കൗൺസിലേഴ്സ്, പക്ഷെ ദേ ആർ ഓൾ എ ബേസിക് കൗൺസിലേഴ്സ്. സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ്. അവർക്കും ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ആളുകളൊക്കെ ഉണ്ട്, അവരെ ഇങ്ങനെയൊക്കെ. ഇപ്പം ക്ലബ്സ് ഉണ്ട്, ഓർഗനൈസേഷൻസ് ഉണ്ട്, NGOs ഉണ്ട്, പല വഴിയായി ഇത്. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ. എനിക്കൊരു പ്ലാൻ ഉണ്ട്, സോഷ്യൽ മീഡിയ വഴിയായിട്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒരു വീഡിയോ ചെയ്യണം. സോ ദാറ്റ് സംബഡി വിൽ ഗെറ്റ് ബെനിഫിറ്റഡ് ഔട്ട് ഓഫ് ഇറ്റ്. ഇങ്ങനെ പല വഴി ചെയ്യുമ്പോൾ എന്തായാലും തടയിട്ടേ പറ്റൂ. ഈ ലോകം പോകുന്ന പോക്കിന് തടയിട്ടേ പറ്റൂ. ഇന്ന് എന്തുമാവാം, ആരെയും കല്യാണം കഴിക്കാം, എപ്പം കഴിക്കാം, കഴിക്കണമെങ്കിലും വേണ്ട, കഴിച്ചില്ലെങ്കിലും വേണ്ട. ഇതൊരു ഓറിയന്റേഷൻ ഉണ്ടായേ പറ്റൂ. അത് വേണ്ടാത്തവർക്ക് വേണ്ട. പക്ഷെ ഇത് വേണ്ടവരും ആ കൂട്ടത്തിൽ ഒഴുകി പോകുന്നുണ്ട്. അത് തടയിടണം. അതിന് വേണ്ടിയുള്ള എഫേർട്ടാണ് ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ. സോ ഇതോടുകൂടി വി ആർ കമ്മിങ് ടു ദ കൺക്ലൂഷൻ ഓഫ് അവർ പോഡ്കാസ്റ്റ്. ആൻഡ് താങ്ക് യു വെരി മച്ച് for hosting us here, and thank you very much for your valuable informations and feedback. ഈ ഒരു സെഷനോടെ we will be sharing your details also in this podcast, and ഇനിയും ജീവിതങ്ങളെ അച്ഛന് വിവരങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ, നല്ല രീതിയിൽ അഡ്വൈസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്, ആൻഡ് ഹാവ് എ വെരി ബ്ലെസ്ഡ് session with people. Of course, they can see this is a wide platform. We will not get time for that, but still, for emergency people, definitely I'll help. That is what I have been doing it actually. In the life mission adaneyanu. Idu thodakam maatra. I have a long way to go. It is my life mission to support people to come out of it is a ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മാജിക് ഒന്നും അല്ല. I cannot do a magic when a client comes, God bless you, amen. It's not that. It's a long process, time consuming process. So hopefully, definitely I am available. I will be there. That's my life mission, to support families, individuals. I'm learning still. I'm doing my doctoral studies now, trying to educate myself. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ അല്ല പഠിക്കുന്നത്. ഇപ്പോൾ പഠിക്കുമ്പോൾ അതിന് റീസൺസ് ഉണ്ട്, നീഡ്സ് ഉണ്ട്, കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ ആണ്, അറിയാമല്ലോ. അങ്ങനെയാണ് തീർച്ചയായിട്ടും അത്. ഐ അപ്രീഷിയേറ്റ് ഫോർ യുവർ എഫേർട്ട്, ബീയിങ് എ ബിസിനസ്മാൻ, spending your time for social needs, educating social people through your social media platforms, which is a good thing. I always encourage. ഞാനും ഇത് ചെയ്യുന്ന ആളാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും കയ്യിലൊക്കെ എത്തിപ്പെടട്ടെ. ഇത് ആക്ച്വലി ആർക്കെങ്കിലും ഗുണപ്പെടട്ടെ, ആരെങ്കിലുമൊക്കെ വിളിക്കട്ടെ, ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ ഇൻഫർമേഷൻ ഗുണപ്പെടട്ടെ എന്ന് കരുതിയാണ് ചെയ്യുന്നത്. So thank you for. So people can contact you. Yeah, anybody can. Okay. Thank you so much. Thank you. Keep doing this. Keep doing this activity of, not only counseling, different areas of life. May your videos, podcasts be fruitful for people around. Basically, Varun, this is my policy and idea. നമ്മൾ ജീവിക്കുന്നു, ആർക്കെങ്കിലും ഗുണപ്പെടണം. അത് എന്തും ആയിക്കോട്ടെ, ഏറ്റവും താഴേക്കടയിൽ മുകളിലേക്കോടുള്ള ആരും ആയിക്കോട്ടെ. When you spend a life on this earth, you get a one chance. When you get a chance, you make use of it. Let others make use of your availability, time, love, affection, money, whatever is it. Useful ആയിട്ട് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് പോകണം. ഇരുമ്പ് പിച്ചാത്തി ഉപയോഗിക്കാതിരുന്ന തുരുമ്പിച്ചു പോകും.
ഉപയോഗിച്ചുകൊണ്ട് തേഞ്ഞു പോകായിരിക്കും. തേഞ്ഞു പോട്ടെ, സാരമില്ല, തുരുമ്പിച്ച് പോകരുത്. ഇപ്പൊ എൻ്റെ ആരോ പറഞ്ഞ പോലെ സൂര്യനാകാൻ പറ്റിയില്ലെങ്കിലും മിന്നാമിനെങ്കിലും ആയി ഈ ലോകത്ത് പോകണം. അത് ആരെയൊക്കെ സഹായിക്കാമോ, ഏതൊക്കെ വിധത്തിൽ ചെയ്യാമോ അത് ചെയ്ത് ജീവിതത്തിൽ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ അത് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അത് ഐ തിങ്ക് യു ഓൾസോ ഹാവ് ഇറ്റ്. കണ്ടിന്യൂ യുവർ മിഷൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.